ദൈവന ചിന്തകളെ നമുക്ക് വീണ്ടും ധാരാളമായി കർത്താവ് നൽകി തരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തെ ആശ്രയിച്ചായിരിക്കാം. കൊലോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 16 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ് ലേഖനം 2-ാം അധ്യായം 16 തൊട്ട് 23 വരെയുള്ള വാക്യം. Colossians chapter 2 verse 16 to 20. ആ ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിവരണം ചിന്തിച്ചത്. ഈ ആഴ്ചയോടെ ആ ഭാഗങ്ങളെ ചിന്തിച്ച് അടുത്ത ആഴ്ച നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുക. കർത്താവ് ശരണപ്പെടുകയും ചെയ്യുന്നു. നമുക്ക് കർത്താവദാസൻ പ്രാരംഭമായി പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ചപ്പോൾ വീണ്ടും ദൈവവചനത്തിന്റെ ആധാരമായിരിക്കുന്ന ഭാഗങ്ങളെ വളരെ ശക്തമായി നമ്മളെ ഓർച്ചുണർത്തുകയും ചെയ്തു. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവകൃപയ്ക്കൊത്തവണ്ണം നമ്മൾ എല്ലാവരും ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹവും മുതൽക്കൂട്ടുമായി തീരും. ഇന്നയോളം നമുക്കത് അങ്ങനെ തന്നെയായിരുന്നു. നമ്മള് പലപ്പോഴും ആവർത്തിച്ച് ചില കാര്യങ്ങൾ പറയുന്നത് ലേഖന പഠനങ്ങൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്ര കാതിന് പോലും അത്ര സുഖകരം ആകണമെന്നില്ല ലേഖന പഠനങ്ങൾ. പക്ഷെ ഒരു ജീവിതത്തിന് ക്രിസ്തീയ അകത്തെ മനുഷ്യനെ ഏറ്റവും തളരാതെ ചൈതന്യത്തോടെ പുഷ്ടിയോടെ ആത്മീയ പേശികളെ ബലപ്പെടുത്തിക്കൊണ്ട് അവന്റെ വരവ് വരെയും നമ്മളെ വിശ്വസ്തരാക്കി നിർത്താൻ ഏറ്റവും ഉതകുന്നതാണ് ലേഖന പഠനം എന്ന് പറയുന്നത്. അത് നമ്മുടെ താൽക്കാലികമായ ഇഷ്ടങ്ങളെ എല്ലാവർക്കും സ്പർശിക്കുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ ചില ഇച്ഛകളെ സ്പർശിച്ചില്ലെന്ന് വരാം. നമ്മുടേതായ ചില ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു വില കൊടുക്കാതെ ദൈവം സംസാരിച്ചെന്ന് വരാം. അതുകൊണ്ട് തന്നെയാണ് ദൈവസഭകളിൽ നിന്ന് ലേഖന പഠനങ്ങൾ പലപ്പോഴും മാറിപ്പോയിരിക്കുന്നത്. കാരണം ലേഖനം പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ, ലേഖനങ്ങളെ പഠിക്കുമ്പോൾ അത് അകത്തെ മനുഷ്യന് വേണ്ടിയുള്ള ആ ശക്തമായ ദൈവിക ദൂതുകളാണ്. പക്ഷെ നമുക്കറിയാം, അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ പുറമേയുള്ള എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനും കർത്താവായ യേശുവിൽ പൂർണ്ണമായും ഫോക്കസ് ചെയ്യുന്ന കേന്ദ്രീകരിക്കുന്ന ജീവൻ നയിപ്പാൻ അത് നമ്മളെ പ്രാപ്തരാക്കും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കാതലായ കാര്യങ്ങളെ ദൈവം നമ്മൾ സംസാരിക്കുമ്പോൾ അത് നമുക്ക് ദൈവം ഉൾക്കൊള്ളുവാൻ ഗ്രഹിപ്പാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 16 തൊട്ട് 23 വാക്യങ്ങൾ ഒന്ന് വായിക്കും. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഈ വരുവാനിരുന്നവരുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങൾ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുതെറ്റിക്കരുത്. തലയായവനിൽ നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചു ഏകീഭവിച്ചു ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസൃതമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്ന എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്ന അത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളത്. 16-23 വാക്യങ്ങൾ. കൊലോസ്യ സഭയ്ക്കകത്ത് കടന്നു വന്ന ശരീരത്തെ ത്യജിച്ചും താഴ്ത്തിയും ഒക്കെ കഠിന വ്രതമൊക്കെ എടുത്ത് വിവാഹമൊക്കെ വിലക്കി ഇന്നത് കഴിക്കരുത്, ഇന്നത് രുചിക്കരുത് എന്നുള്ള അസ്തെറ്റിക് ലീവിങ്ങിന്റെ ദുരുപദേശം സഭയ്ക്കകത്ത് വന്നപ്പോൾ അപ്പോസ്തലൻ അതിനെതിരെ പ്രതികരിക്കുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു തുടങ്ങി വെച്ചത്. ഈ വായിച്ച വേദഭാവവും അതിനെ അടിസ്ഥാനപ്പെടുത്തുകയാണ്. അപ്പം ഇവിടെ ചില കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് 2-ാം അധ്യായം ഇന്ന് നമുക്ക് പൂർത്തീകരിക്കാം, അല്ലെങ്കിൽ അവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ആരും നിങ്ങളെ ചതിക്കരുത്, ആരും നിങ്ങളെ കവർ ചെയ്യരുത്, ആരും നിങ്ങളെ വിധിക്കരുത്. അതുപോലെ തന്നെ ഇതിനകത്ത് വിധിക്കരുത് എന്ന് പറയുന്നതിനകത്ത് ഒരു പോയിന്റ് കൂടെ, ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്, നിങ്ങളുടെ പ്രതിഫലം പ്രാപിക്കുന്നതിൽ നിങ്ങളെ ലക്ഷ്യം തെറ്റിക്കരുത്. ഈ ഭാഗങ്ങൾ ഇപ്പൊ വാണിംഗ് ആണ്. എന്തുകൊണ്ടാണ് വാണിംഗ്? ഞാൻ ആവർത്തിച്ച് എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്. കാരണം ദുരുപദേശങ്ങൾ വന്നതുകൊണ്ടാണ് വാണിംഗ് കൊടുക്കുന്നത്. വാണിംഗ് കൊണ്ട് മാത്രം അപ്പോസ്തലൻ അവസാനിപ്പിച്ചില്ല, ഓരോന്നിനും അതായത് നമുക്കറിയാലേ ഈ ഡൂസ് ആൻഡ് ഡോൺസ് കൊണ്ടൊന്നും നമുക്ക്
ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. ചെയ്യേണ്ട ലിസ്റ്റും ചെയ്യേണ്ടാത്ത ലിസ്റ്റും നമ്മുടെ കൈകിട്ടിയുണ്ട്. നമുക്കൊന്നും ജയകരമായി ക്രിസ്ത്യൻ ജീവിതം നയിപ്പാൻ കഴിയത്തില്ല. നടക്കുന്ന കാര്യമല്ല. ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യണ്ട എന്ന് പറയുന്ന, അതാണ് ന്യായപ്രമാണം. അവിടെയാണ് അനുസരിക്കാൻ കഴിയാതെ ജനം പരാജയപ്പെട്ടത്. അവിടെ എല്ലാ അരുതുകളും ഉണ്ട്, എല്ലാ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതൊന്നും നടന്നില്ല. കാരണം ദൈവത്തെ കൂടാതെയുള്ള ഒരു നിയമ അനുസരണങ്ങൾ നടപ്പിലാകുക ഇല്ല. ദൈവം കൂടെ ഇങ്ങോട്ട് വഴി നടത്തുമ്പോഴാണ് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ നമുക്ക് പ്രാപ്തി. ദൈവം മാറി നിന്നുകൊണ്ട് കർത്താവ് എഴുതി തന്നുകൊണ്ടൊന്നും ആർക്കും ദൈവത്തെ അനുസരിക്കാൻ കഴിയത്തില്ല. മറിച്ച് ആരെ അനുസരിക്കണോ ആ വ്യക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ വ്യക്തിയുമായുള്ള ഫെലോഷിപ്പിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് സ്നേഹത്തോടെ, അതായത് നിറഞ്ഞ ഹൃദയത്തോടെ തന്നെത്താൻ താഴ്ത്തി കൊടുത്തുകൊണ്ട് ദൈവത്തെ അനുസരിക്കാൻ കഴിയുന്നു. അപ്പൊ അപ്പോസ്തലൻ കുറെ ഡൂസ് ആൻഡ് ഡോൺസിന്റെ ലിസ്റ്റ് കൊടുക്കുകയല്ല, മറിച്ച് ക്രിസ്തു എന്ന ദൈവിക മർമ്മത്തെ സഭയ്ക്ക് വെളിപ്പെടുത്തിക്കൊണ്ട്, സഭയുടെ ക്രിസ്തു ആരെന്ന് നിങ്ങൾ അറിയണം, ആ ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് അവരെ വാൺ ചെയ്യുന്നതും അവരെ കറക്റ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട വിശദീകരണങ്ങൾ വചനത്തിൽ നിന്ന് നൽകി കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നൽകി കൊടുത്തപ്പോൾ അതിന്റെ ഒരു ഭാഗത്താണ് നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത്. അതില് പ്രധാനമായും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുയേശുവിലൂടെ രക്ഷ പ്രാപിച്ച് കർത്താവ് ജയോത്സവം നൽകി തന്ന നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരു ശിക്ഷാവിധിയുടെ ഭയം കൊണ്ടുവരുവാൻ ആരെയും നമ്മൾ സമ്മതിച്ച് കൊടുക്കരുത്. നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. ദൈവം തന്ന ആത്മരക്ഷയിലും കർത്താവിലുള്ള നമ്മുടെ ജീവിതത്തിലും നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. ഈ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ കണ്ടംനേഷന്റെ ഭയം നമ്മളേക്ക് മാറിപ്പോത്തുള്ളൂ. ഒരു വ്യക്തി ക്രിസ്തുയേശുവിലുള്ള ആ രക്ഷാകരമായ പ്രവൃത്തിയിലും ആ രക്ഷാനിർണയത്തിലും പൂർണ്ണ ജയം കൈവരിച്ച് ജീവിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. അതെ, എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ, അത് അവിടെ ബൈബിളിന്റെ ഏതെങ്കിലും ഭാഗത്തും ചില വാക്യങ്ങൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നാൽ, ഇതൊന്നും നമ്മളെ അസ്വസ്ഥരാക്കാത്ത എപ്പോഴാന്ന് ചോദിച്ചാൽ ക്രിസ്തുയേശുവിലുള്ള ആ കൃപയിലും രക്ഷയിലും നമ്മൾ പൂർണ്ണ നിശ്ചയമുള്ളവരായി ജീവിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസ് ഉള്ളപ്പോൾ തന്നെ വി ഹാവ് ടു ബി കെയർഫുൾ. നമ്മൾ കെയർഫുള്ളും ആയിരിക്കണം. കാരണം അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഒരു ഓവർ കോൺഫിഡൻസിലേക്ക് നീങ്ങിയിട്ട് കെയർഫുൾ അല്ലാതാകരുത്. നമ്മൾ ശ്രദ്ധാലുക്കളായിക്കൊണ്ട് തന്നെ, ജാഗരൂകരായിക്കൊണ്ട് തന്നെ നമ്മൾ ക്രിസ്തുയേശുവിൽ ധൈര്യമുള്ളവരായി ഇരിക്കുക. ഇത് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലൻ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ ഈ ഇങ്ങനെയുള്ള യഹൂദ ആചാരമര്യാദകളും നയപ്രമാണത്തിന്റെ ആ കൽപ്പനകളും ഒക്കെ അനുസരിക്കുന്ന ആ ജീവിതത്തിൽ ദൈവം നിങ്ങളെ വിധിച്ചത് കൊണ്ട് ഇനി അത് പറഞ്ഞ് നിങ്ങളെ ശിക്ഷ വിധിക്കാൻ ഇടവരരുത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ചോദിക്കുകയാണ്, അപ്പൊ ഇത് വേണം പറയണം, ഇവ വരുവാൻ ഇരുന്നവയുടെ നിഴലത്രേ. ഇത് ഒരു പൊരുളിലേക്കാണ് നയിച്ചത്. ഈ പൊരുളാവുന്ന ക്രിസ്തു, ആ മർമ്മം ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടി. ഞങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നു. ക്രിസ്തുയേശുവിനോടുള്ള ആ മരണ അടക്ക പങ്കാളികളായിരിക്കുന്നു. ഞങ്ങൾക്ക് ആത്മീയ പരിശീലനം ലഭിച്ചിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നു. ഞങ്ങൾക്ക് ആ രക്ഷയിൽ പൂർണ്ണ നിശ്ചയമുണ്ട്. മാത്രമല്ല കർത്താവ് ഞങ്ങളുടെ എല്ലാ കുറ്റപത്രങ്ങളെയും ക്യാൻസൽ ചെയ്ത് കാൽവറിയിൽ ഞങ്ങൾക്ക് കർത്താവ് ജയോത്സവം കൊണ്ടാടി ഞങ്ങൾക്ക് ജയം നൽകി. ആ ജയത്തിന് ഞങ്ങൾ പങ്കാളികളായിരുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അവിടെ ഒരിക്കലും ഒരു ശിക്ഷാവിധിയുടെ ഭയം നമുക്ക് ഉണ്ടാകത്തില്ല. ആരും നമ്മളിലേക്ക് അത് കടത്തിവിടാൻ നമ്മൾ അനുവദിക്കത്തും ഇല്ല. ഇത് ആ ക്രിസ്തുയേശുവിലുള്ള ജയത്തിന്റെ ഏറ്റവും വലിയൊരു അനന്തര ഫലമാണ്. എന്നിട്ട് അതുകൊണ്ട് പൊരുളായി ക്രിസ്തു വെളിപ്പെട്ടത് കൊണ്ട് നിഴലിന്റെ ആ കാലം കഴിഞ്ഞുപോയി എന്നുള്ള വ്യക്തമായ ബോധ്യം ഈ ദൈവിക മർമ്മം, ദൈവം തന്നെ ആത്മാവിനാൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നവർക്ക് നിഴലേതാ പൊരുളേതാ എന്നുള്ള വ്യക്തത തീർച്ചയായും ജീവിതത്തിൽ ഉണ്ടാകും. അത് നമ്മൾ ചിന്തിച്ചു. ഇനിയും നമ്മൾ ചിന്തിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച്. അപ്പൊ അങ്ങനൊരു ഇതുണ്ടായോടെ സ്വന്തം ദർശനങ്ങളിൽ അങ്ങ് ഭയങ്കരമായിട്ട് പുകഴുകയുമാണ്. എന്റെ ജഡ മനസ്സിനാൽ വെറുതെ ചീർക്കുകയും ഭയങ്കരമായിട്ട് ഒരു കൂട്ടത്തിന്റെ പ്രത്യേകത ഇവിടെ പറയാ, താഴ്മയിലും രസിക്കുന്നു. നമ്മൾ സാധാരണ ഉയർച്ചയിൽ രസിക്കുന്നതാണ് പൊതുവെ നമ്മൾ കാണുന്ന. ഒരാൾ ഭയങ്കര ഗമയോ എന്തോ ഇതല്ലോ, പൈസയും കൂടിയപ്പോഴത്തേക്ക് ആളുടെ സ്വഭാവം മാറി, മക്കൾക്ക് ഒരു സ്ഥാനത്തായപ്പോഴത്തേക്ക് ഇപ്പൊ പണ്ടത്തെ ആളല്ല, ഒരു വീട് വെച്ചപ്പോഴത്തേക്കല്ല, ഇപ്പൊ നമ്മൾ അങ്ങനെയാ കണ്ടേക്കുന്ന ആൾക്കാരുടെ. ഇവിടെ വേറൊരു കൂട്ടര് അവർ താഴ്മയിൽ അങ്ങ് രസിക്കുക. തന്നെത്താൻ
താഴ്ത്തണമെന്നുള്ളത് ദൈവവൈദ്യരുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. പക്ഷെ തന്നെത്താൻ താഴ്ത്തുന്ന ഒരു ദൈവവൈദ്യൻ ഒരിക്കലും അത് രസിക്കത്തില്ല. പക്ഷേ ഈ കപട വിനയത്തിന്റെ പ്രത്യേകത അതാണ്, അതിനകത്തൊരു ആനന്ദം അങ്ങ് കണ്ടെത്തുക. അതുപോലെ തന്നെ അവിടെ വേറൊരു വിഷ്ണുവിടെ വന്നു, ദൂതന്മാരെ ആരാധിക്കുന്നതിലും അതും അതിനകത്തും ഒരു വലിയ ആനന്ദം കണ്ടെത്തുന്നു. ഇവ കൊണ്ടുവന്ന് ദൈവസഭയിലേക്ക് ഉപദേശമായി ചേർത്ത് വെക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഇവരെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. ഇവർക്ക് പറ്റെന്നാ നിങ്ങൾക്ക് അറിയാമോ? ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇങ്ങനെ ഇവർ താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും. അപ്പൊ മുകളിലത്തെ നമ്മൾ ചിന്തിച്ചു, നീടല് അല്ലെങ്കിൽ യഹൂദന്മാരുടെ ആചാരമര്യാദകൾ, നയപ്രമാണത്തിന്റെ കൽപ്പനകൾ, ഇവയെക്കുറിച്ചുള്ള ദൈവപദ്ധതി നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ അസറ്റിക് നീവിനെ കുറിച്ച് 18-ാം വാക്യം തൊട്ടാണ് ആരംഭിക്കുന്നത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിനും ആനന്ദം കണ്ടെത്തുന്ന ഒരു കൂട്ടർ. അവരുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, അവര് അങ്ങ് എന്താ പറയണ്ടേ, സ്വയം their sinful minds have made them proud. അവരുടെ മനസ്സിനകത്ത് ഭയങ്കര ഒരു അഹങ്കാരം, ഒരു ഉന്നത ഭാവം. എന്തിലാ ഉന്നത ഭാവം? താഴ്മയുണ്ടെന്നുള്ളൊരു ഉന്നത ഭാവം. അതെന്തൊരു വൈരുദ്ധ്യമാണെന്ന് ഓർത്തോണം. ഒരു മനുഷ്യന്റെ നിഗള ഉന്നത ഭാവം തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യന്റെ താഴ്മയും അതിൽ പ്രൗഡാകുന്നത് തമ്മിൽ നമുക്ക് വളരെ അതിശയം. പക്ഷെ അതിന്ന് ആത്മീയ ലോകത്തിൽ വളരെ വളരെ ഉണ്ടെന്നുള്ളത് ദൈവമക്കളാണ് നിൽക്കുന്നോണം. ഒരു വശമേ നമുക്കറിയത്തുള്ളൂ, മറ്റൊരു വശം കൂടെ നമ്മൾ അറിയണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ കപട വിനയമെന്ന് പേരിട്ടത്. എന്നിട്ട് ആൻഡ് ദേ ആർ നോട്ട് കണക്റ്റഡ് ടു ക്രൈസ്റ്റ്. അവരുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതാണ് ഇവിടെ നമ്മുടെ വേർഷൻ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നു. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നു. അവരുടെ തലയല്ല കേട്ടോ, അവര് മുറുകെ പിടിക്കുന്ന തലയേതാ? സഭയുടെ ശരീരമാകുന്ന സഭയുടെ ശിരസ്സായിരിക്കുന്ന തലയെ മുറുകെ പിടിക്കത്തില്ല. അതിങ്ങനെയാണെങ്കിൽ അർത്ഥം ദേ ആർ നോട്ട് കണക്റ്റഡ് ടു ക്രൈസ്റ്റ്. ഇതാണ് ഇപ്പോൾ അവരുടെ ഈ വലിയ ഉപദേശങ്ങളെ അപ്പോസ്തലൻ എങ്ങനെയാണെന്നറിയാവോ? അതിന്റെ എല്ലാ ആ കാപഠ്യത്തെ തുറന്നു കാട്ടുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ, ദൈവസഭയുടെ മുമ്പിൽ കൊണ്ടങ്ങോട്ട് വെച്ചു. ക്രിസ്തുവിനോട് കണക്റ്റഡ് അല്ലാത്തവരുടെ ഈ താഴ്മയും ഇതൊക്കെ കണ്ട് നിങ്ങൾ അത് വലിയ കാര്യമാണെന്ന് കാണും. നിങ്ങൾ അവരുടെ പതനം അറിയണം. അവർ ഈ പുകഴുന്ന താഴ്മയും അവർ രസിക്കുന്ന ദൂതന്മാരെ രസിക്കുന്ന ഇവരുടെ മഹിമയല്ല നിങ്ങൾ കാണണ്ടേ. അവരുടെ യഥാർത്ഥ പരാജയം, അവരുടെ യഥാർത്ഥ വീഴ്ച, അവരുടെ യഥാർത്ഥ അധപ്പതനം എന്ന് ചോദിച്ചാൽ അവർ തലയെ മുറുകെ പിടിക്കാത്ത. ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിജയം എന്തെന്ന് ചോദിച്ചാൽ തലയെ മുറുകെ പിടിക്കുന്നതാണ്. അപ്പോൾ തലയെ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ കണക്റ്റഡ് ടു ക്രൈസ്റ്റ്, ദ ഹെഡ് ഓഫ് ദ ചർച്ച്, ദ ഹെഡ് ഓഫ് ദ ചർച്ച്, സഭയുടെ ശിരസ്സായ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന ഓരോ ദൈവത്തിനും കോൺഫിഡന്റ് ആയിരിക്കണം. ദ സെയിം ടൈം ബി കെയർഫുൾ. അതെന്തുകൊണ്ടാണ് കെയർഫുൾ ആകണ്ടേ? കാരണം കർത്താവിന്റെ വരവ് വരെ സമാന്തരമായി ദൈവസഭകൾക്കകത്ത് എന്ത് നടന്നുകൊണ്ടിരിക്കും? ഉപദേശ രൂപേണ ദുരുപദേശം വന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ സഭ കോൺഫിഡന്റ് ആകേണ്ടത് എപ്പോഴെന്ന് ചോദിച്ചാൽ, സഭയ്ക്കകത്ത് അത്ഭുതങ്ങൾ നടക്കുമ്പോഴോ, സഭയിലൂടെ പുറത്ത് അത്ഭുതങ്ങൾ നടക്കുമ്പോഴോ, സഭയ്ക്കകത്ത് രോഗസൗഖ്യം നടക്കുമ്പോഴോ ഒന്നുമല്ല. അതെല്ലാം ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. ദൈവസഭയുടെ കോൺഫിഡൻസ്, ശരീരത്തിന്റെ കോൺഫിഡൻസ് എന്ന് ചോദിച്ചാൽ ശിരസ്സുമായി കണക്റ്റഡാ. Church, the body is connected to Christ. ക്രിസ്തുവുമായി തലയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സഭ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ഭയപ്പെടേണ്ട കാര്യം ഇല്ല. എന്തുകൊണ്ടില്ല? അതിന് അവിടെ വ്യക്തമായ ഒരു ഉത്തരം തരുന്നുണ്ട്. എന്തുകൊണ്ടില്ലെന്ന് ചോദിച്ചാൽ, അവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? 19-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോ? തലയായവനിൽ നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചു ഏകീഭവിച്ചു ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ രണ്ട് വശം ഇതിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവൻ അവൻ അധപ്പതനത്തിലേക്കാവും, വീഴ്ചയിലേക്കാകും? തലയെ മുറുകെ പിടിക്കുന്നവർ വളർച്ചയിലേക്കാണ് വ്യക്തമായി തെളിയിക്കുന്ന ഭാഗമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവനെ ശ്രദ്ധിച്ചോണം. ശിരസ്സിനോട് കണക്റ്റഡ് ആണെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ശ്രദ്ധിച്ചോണം.
അവരുടെ വളർച്ച നമ്മൾ കണ്ടിരിക്കും. എന്നാൽ തലയെ മുറുകെ പിടിക്കാത്തവരാണെങ്കിൽ അവരുടെ അവരെ വളരുമല്ല, അവര് എന്തുകൊണ്ട് ചീർക്കുക. ഇതാണ് വ്യത്യാസം. അപ്പൊ അവർക്ക് എന്തുണ്ട്? തലയെ മുറുകെ പിടിക്കുന്നവരെക്കാൾ അധികം താഴ്മ ഇവർ കാണിക്കുന്നുണ്ട്. തലയെ മുറുകെ പിടിക്കുന്നതിനേക്കാളും ഭയങ്കര കഠിനമായ ഉപദേശങ്ങൾ ഇവർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ക്രൈസ്റ്റിനോട് എന്താ തലയെ മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ടു ക്രൈസ്റ്റ്, പിടിക്കാതെന്ന് പറഞ്ഞാൽ നോട്ട് കണക്റ്റഡ് ടു ക്രൈസ്റ്റ്. അപ്പൊ കർത്താവിനോട് കണക്റ്റഡ് അല്ലാത്ത ഏത് താഴ്മയും അപ്പോസ്തലൻ വിളിക്കുന്നത് കപ്പട താഴ്മ. അപ്പോസ്തലൻ അതിനെ എന്നിട്ടൊരു മനുഷ്യനെ എത്ര വലിയ ആളാന്ന് കാണിച്ചാലും അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്നറിയോ? വെറുതെ ചേർക്കുക. എന്താ? പ്രൗഡ് ആവുക, പഫ്ഡപ്പ് ആവുക. പക്ഷെ ക്രൈസ്റ്റിനോട് കണക്റ്റഡ് ആയവരെ കുറിച്ച് പറയുന്നത് കേട്ടോ, അവർക്ക് എന്തുവാ? അവര് ചീർക്കുവല്ല, അവര് ഗ്രോ ചെയ്യുക, വളർച്ച പ്രാപിക്കുക. ഇത് രണ്ടും തിരിച്ചറിയാൻ സഭയ്ക്ക് കഴിയണം. സഭ തിരിച്ചറിയണം. ഒരു വ്യക്തി ചീർക്കുക, അത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആ രൂപമാറ്റങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മൾ ചീർക്കുവാണോ, നമ്മൾ ഗ്രോ ചെയ്യുവാണോ എന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. വളർച്ച, ഗ്രോത്തും ചീർപ്പും തമ്മിൽ, വളർച്ചയും ചീർക്കലും തമ്മിൽ, അല്ലെങ്കിൽ പഫ്ഡപ്പ് ആകുന്നതും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് നന്നായിട്ട് അറിയാം. ദൈവസഭയിലും ഇത് അറിഞ്ഞിരിക്കണം. വ്യക്തികൾ ചീർക്കുവാണോ, വ്യക്തികൾ വളരുകയാണ്. ഇവിടെ അപ്പോസ്തലൻ അതിനെ അങ്ങ് ഡിസേൺ ചെയ്ത് കളഞ്ഞു, അങ്ങ് വിവേചിച്ച് കളഞ്ഞു. അപ്പൊ അവരോർത്തു വളർച്ചയുടെ ഭാഗമായി അവര് താഴ്മയെ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ദൈവാത്മാവുള്ളവൻ, സ്വർഗീയ ദർശനം പ്രാപിച്ചവൻ സ്വന്തം ദർശനത്തിലെ അഹങ്കാരം തിരിച്ചറിഞ്ഞു. സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാത്തവൻ സ്വന്തം ദർശനത്തെ കണ്ട് നിഗളിക്കുന്നവന്റെ ആ കുടില തന്ത്രം, അല്ലെങ്കിൽ അവന്റെ ആ കാപട്യം അപ്പോസ്തലൻ തിരിച്ചറിഞ്ഞിട്ട് പറയാ, ഇത് വളർച്ചയല്ല, ഇത് ചീർപ്പാണ്. വളർച്ച എന്തെന്ന് ചോദിച്ചാൽ, വളർച്ചയ്ക്കകത്തുള്ള പ്രത്യേകത ഒരിക്കലും താഴ്മയിൽ രസിക്കത്തില്ല. ഒരിക്കലും അങ്ങനെയുള്ള ദൂതന്മാരെ ആരാധിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കത്തുപോലുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, തലയായവന് നല്ലോ ശരീരം മുഴുവൻ. അപ്പൊ ശരീരത്തിനു മുഴുവനും ചൈതന്യം ലഭിച്ച് ശരീരത്തിന് വളർച്ച വേണമെങ്കിൽ ഇങ്ങനെ ഓർത്തോണം, only source, Christ is the source for complete spirituality. ക്രിസ്തു, ഈ വാക്യത്തിന്റെ ഒരു 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 കാതലാ പറയുന്നത്. നിങ്ങൾ നമ്മളിത് വായിക്കുമ്പോൾ, ഞാനിത് പല പ്രാവശ്യം വായിച്ചു, നമുക്ക് മനസ്സിലായെങ്കിലും നമുക്കതിനെ കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാൻ പാടായിട്ട് തോന്നി. ഇനി ലളിതമാക്കി പറഞ്ഞാൽ ഇത്രയുള്ള അർത്ഥം, ക്രിസ്തുവാണ് ആത്മീകതയുടെ, ആത്മീക വളർച്ചയുടെ ഏക സ്രോതസ്. Christ is the source, the only source for complete spirituality. നമ്മുടെ ആത്മീകതയുടെ മുഴുവൻ സ്രോതസ്സും, നമ്മളെ ആത്മീകരാക്കി തീർക്കുന്ന, ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കുന്ന, നമ്മുടെ ആത്മീക പേശികളെ ബലപ്പെടുത്തുന്ന, ആത്മീകമായ സകലമായ കാര്യങ്ങൾക്കും നമുക്ക് ദൈവം വച്ചിരിക്കുന്ന സ്രോതസ്സാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, അപ്പോസ്തലൻ പറഞ്ഞത്, തലയായവനിൽ നല്ലോ ശരീരം മുഴുവൻ തന്തികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടത് എന്തുവാ? നമുക്ക് വേണ്ട വളർച്ച എന്തുവാ? ദൈവികമായ വളർച്ചയാണോ, അതോ ആൾക്കാരെ കാണിക്കുന്ന ചീർപ്പാണോ? ദൈവികമായ വളർച്ചയാണ് ഒരുവന് വേണ്ടതെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ബി കണക്റ്റഡ് ടു ക്രൈസ്റ്റ്. അതിനകത്ത് നമുക്ക് ഒരു മായവും ചേർക്കാനായിട്ടോ ഇതിനകത്ത് ഒരു ഷോർട്ട് കട്ടോ ഒന്നുമില്ല. ഇനി നമ്മളുടെ തലച്ചോറിന്റെ ഇൻസ്ട്രക്ഷൻ ആണ് നമ്മുടെ ശരീരത്തിന്റെ സുഗമമായ നടപ്പിന് കാരണമെങ്കിൽ, പ്രവർത്തികൾക്ക് കാരണമെങ്കിൽ നമുക്കൊരു പ്രത്യേകമായ ക്ലാസിന്റെ ആവശ്യം വരാറില്ല. ബി കണക്റ്റഡ് ടു യുവർ ഹെഡ് എന്നല്ലേ നമുക്കറിയാം. നമ്മൾ പറഞ്ഞില്ല, തല പോയിട്ട് പിന്നെ കാര്യമില്ല, തല പോയിട്ട് നമ്മൾ. അപ്പൊ തല ശരീരം എന്ന് പറഞ്ഞ പോലെ
ഒരു കൂട്ടർ എഴുന്നേൽക്കുകയാണ്. അവര് ഭയങ്കരമായിട്ട് മുഖം ഇങ്ങനെ നമുക്ക് നല്ല ഇതായിട്ട് നിൽക്കുക. പക്ഷെ കൊലോസിനോട് പറഞ്ഞു, അപ്പോസ്തലൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നിങ്ങളത് വളർച്ചയായിട്ടാണോ കാണുന്നത്? ആത്മീക വളർച്ചയായി ദൈവത്തിൽ നിന്ന് ലഭിച്ച വളർച്ച എന്ന പോലെ നിങ്ങളുടെ മുമ്പിൽ ഇവര് പ്രസന്റ് ചെയ്യുന്നത് ഗ്രോത്ത് അല്ല, പിന്നെയോ പഫ്തപ്പാണ്. അവര് ചീർക്കുന്നതാണ്. ഈ ചീർപ്പിനെയും വളർച്ചയും തമ്മിൽ ആര് തിരിച്ചറിഞ്ഞു? അപ്പോസ്തലൻ തിരിച്ചു. എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ അത്ര ധൈര്യത്തോടെ പറഞ്ഞത്? അപ്പോസ്തലൻ പറഞ്ഞു, I am quite sure that they are not connected to Christ. അതെന്താ ഇത്ര ധൈര്യം? ക്രിസ്തുവിനോട് കണക്റ്റഡ് ആണെങ്കിൽ താഴ്മയിൽ രസിക്കത്തില്ല. ക്രിസ്തുവിനോട് കണക്റ്റഡ് ആണെങ്കിൽ ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിക്കത്തില്ല. ക്രിസ്തുവിനോട് കണക്റ്റഡ് ആണെങ്കിൽ ന്യായപ്രമാണത്തിന് പുറകെ പോകത്തില്ല. ക്രിസ്തുവിനോട് കണക്റ്റഡ് ആണെങ്കിൽ ക്രിസ്തുവിനെ കൂടാതെയുള്ള ആത്മീയതയ്ക്ക് മുതിരത്തില്ല. ദൈവമക്കൾക്ക് കാര്യം പിടികിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ശരീരം മുഴുവൻ തന്തികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിക്കണമെങ്കിൽ, ദൈവമക്കളെ, നമുക്ക് ചൈതന്യം വേണം അല്ലേ? നമുക്ക് വളർച്ച വേണം. ചൈതന്യവും വേണം, വളർച്ചയും വേണം. We need both. പോഷണം സ്വീകരിക്കണം, വളർച്ചയും പ്രാപിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിച്ച കാര്യം. ന്യൂട്രിയൻസും വേണം, ഗ്രോത്തും വേണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ന്യൂട്രിയൻസ് കൊടുക്കുമ്പോൾ നമ്മളും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷക ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അത് മാത്രം പോരാ, അതിന്റെ റിസൾട്ട് ആയിട്ട് എന്ത് വേണം? ഗ്രോത്ത് വേണം. രണ്ടും കൂടെ ചേരണം. ന്യൂട്രിയൻസ് എന്തിലേക്ക് ലീഡ് ചെയ്യണം? പോഷകങ്ങൾ വളർച്ചയിലേക്ക്. അപ്പം ഈ ന്യൂട്രിയൻസ് എവിടുന്ന് കിട്ടും? പോഷകം എവിടുന്ന് കിട്ടും? നമുക്ക് ദൈവത്തിൽ നിന്ന് വളർച്ച പ്രാപിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഓരോ അവയവങ്ങൾക്കും വളരണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ശിരസ്സായനിൽ നല്ലാതെ ചൈതന്യമില്ല, അല്ലെങ്കിൽ പോഷകമില്ല. ആ പോഷകം നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് വളർച്ച ഉണ്ടാകും. ഇനി വളർച്ച എങ്ങനെയാണ്? വളർച്ചയാണെന്ന് അറിയുന്നേ, ഗ്രോത്ത് ആണെന്ന് അറിയുന്നേ. ഗ്രോത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേൾക്കണോ? നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ പർപ്പസ് ഹ്യൂമൻ ലൈഫിലെ 3rd പർപ്പസ് ആയിരുന്നു ഗ്രോത്ത്. ആ ഗ്രോത്തിന്റെ പ്രത്യേകത കേൾക്കണോ? ഗ്രോത്തിനെ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്? ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നത്. ഗ്രോത്തിനെ ഒന്ന് ഒരാൾ ആത്മീയമായി വളർന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചു, നമ്മൾ പറയും ആത്മീകമായ വളർച്ചയെ ഒറ്റ വാക്കിൽ വിശദീകരിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ വിശദീകരിക്കും, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ദിനം പ്രതി ഏകീഭവിക്കുന്ന, രൂപാന്തരപ്പെടുന്ന ആ മാറ്റത്തിന് പറയുന്ന പേരാണ് ആത്മീക വളർച്ച. അപ്പൊ എന്തിനാണ് തലയായവനിൽ നിന്ന് ശിരസ്സായവനിൽ നിന്ന് ശരീരം ഈ പോഷകം മേടിക്കുന്നത്? ചീർക്കാനാണോ വളരാനാണോ? ഈ ചോദ്യം നമ്മളോട് തന്നെ ഈ തലമുറയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പലരും ചീർക്കുന്ന നമ്മൾ കാണുന്നത്. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും അവർ വല്ലാതെ പഫ്തപ്പാകുന്നു, പ്രൈഡാകുന്നു. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിച്ചിട്ടോണം, എനിക്ക് തലയെ മുറുകെ പിടിക്കാതെ ശരീരത്തിന് നിലനിൽപ്പില്ല. ഇനിയും തലയെ മുറുകെ പിടിക്കാതെ പലരും ഇവിടെ കാണിക്കുന്നത് വളർച്ചയല്ല, അത് യഥാർത്ഥ ചൈതന്യമല്ല, അത് യഥാർത്ഥ പോഷകമല്ല, മറിച്ച് അത് ഏത് സമയവും ഒരു ബലൂൺ പൊട്ടിപ്പോകുന്ന പോലെ നൈമിഷികമായിട്ടുള്ള ഒരു ചീർക്കല് മാത്രമാ. അതെനിക്ക് ആവശ്യമില്ല. എനിക്ക് പെയ്യെ വളർന്നാൽ മതി, പക്ഷെ എനിക്ക് പെട്ടെന്ന് ചീർക്കണ്ട. എനിക്ക് പെട്ടെന്ന് ചീർത്ത് ഞെളിഞ്ഞ്, നമ്മുടെ പൂച്ചകളെ കണ്ടിട്ടില്ലേ? ആദ്യം പട്ടിയെ കാണുമ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, പൂച്ച അതിന്റെ നിപ്പ് കട നമ്മൾ നോക്കണം, ഇത്ര പെടുന്നത് എങ്ങനെ ഇത്രയും വലുതായേ, ഇത്ര പെടുന്നത് ഇത്ര എന്താ ഒരു പവർ, എല്ലാം മസിലും എടുത്തോ, ഒറ്റ ചീർപ്പാണ്. ഇങ്ങനെ അങ്ങ് ചീർത്തങ്ങ് നിൽക്കും. ഇച്ചിരി നോക്കുമ്പോ അത് അതുപോലെ അങ്ങ് നമുക്ക് നിമിഷ നേരം കൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും കാണിക്കാൻ ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോഴോ ഇഷ്ടമുള്ളവരെ കാണുമ്പോഴോ ആരെങ്കിലും പ്രസാദിപ്പിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ പെട്ടെന്നുള്ള ചീർപ്പ് നമുക്ക് വേണ്ട. We don't want to be puffed up. We want to be grown day by day, gradually. കാരണം നമുക്കറിയാം ഗ്രോത്ത് നടക്കുന്നത് ഗ്രാജുവലി നടക്കും, ചീർപ്പ് പെട്ടെന്ന് നടക്കും.
പെട്ടെന്ന് ചീർക്കാൻ പറ്റും. പക്ഷെ വളർച്ച, നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളർച്ച നമ്മൾ എത്ര ആഗ്രഹിച്ചാലും വളർച്ച ദിനം തോറുമേ നടക്കത്തുള്ളൂ. അതിനു വേണ്ട പോഷകങ്ങൾ ആഹാര രൂപേണ നമ്മൾ അവരിൽ എത്തിക്കുന്ന പോലെ സർവശക്തനായ ദൈവം തന്റെ ആത്മാവിനാലും വചനത്താലും വീണ്ടെടുക്കപ്പെട്ട തന്റെ മക്കളുടെ വളർച്ചയ്ക്കായിട്ട് ക്രിസ്തു എന്ന സ്രോതസ്സിലൂടെ എന്ത് ചെയ്യുകയാണ്? ശിരസിലൂടെ ശരീരത്തിന് പോഷകം കൊടുക്കുക, ചൈതന്യം പ്രാപിച്ച് വളർച്ച പ്രാപിക്കുക. ഈ ചൈതന്യം പ്രാപിച്ച് വളർച്ച പ്രാപിച്ച അപ്പോസ്തലനായ പൗലോസിന് മനസ്സിലായി, കൊലോസ്യ സഭയിൽ എൻട്രി ചെയ്തിരിക്കുന്നത് ചൈതന്യം പ്രാപിച്ച് വളർച്ച പ്രാപിച്ചുള്ള പിന്നെയോ ചീർത്ത് തലയെ മുറുകെ പിടിക്കാത്ത ദൈവസഭയെ. ഇന്ന് രാത്രി ദൈവം നമ്മളോട് ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം കൊടുക്കും? സഭയെ, നിനക്ക് ചീർക്കുന്നവരെയും വളർച്ച പ്രാപിക്കുന്നവർ തിരിച്ചറിയാവോ എന്ന് ചോദിച്ചാൽ സഭയ്ക്കൊരു ഉത്തരം കൊടുക്കാൻ പ്രാപ്തിയുണ്ടോ? ചീർക്കുന്നവരെയും പഫ്തപ്പാകുന്നവരെയും അല്ല, ഗ്രാജുവലി ക്രമേണ തലയെ മുറുകെ പിടിച്ച് വളർന്നു വരുന്നതിനെ നമ്മൾ തിരിച്ചറിയാൻ സഭയ്ക്ക് കഴിയണം. അത് അപ്പോസ്തലന് കഴിഞ്ഞുകൊണ്ടാണ് കൊലോസ്യ സഭ രക്ഷപ്പെട്ടത്, അല്ലേ? കൊലോസ്യ സഭ ഒരു വലിയ ചതിക്കുഴി. കൊലോസ്യ സഭ ആകെ അട്രാക്റ്റീവ് ആയി പോയി. ഇതിനകത്തല്ല, ഒരു വശത്തൂടെ തത്വജ്ഞാനത്തിന്റെ അട്രാക്ഷൻ, വേറൊരു വശത്തൂടെ ലീഗലിസത്തിന്റെ അട്രാക്ഷൻ, വേറൊരു വശത്തൂടെ മിസ്റ്റിസത്തിന്റെ അട്രാക്ഷൻ, മാർമിക സ്വർഗീയ സ്വന്തം ദൂതന്മാരെ ആരേസ്, വേറൊരു വശത്തൂടെ തേണ്ട കിടക്കുന്നു. ഞങ്ങൾ ഭയങ്കര വിശുദ്ധിയുടെ നിറകുടങ്ങളാണ്, ഞങ്ങൾ അത് തൊടത്തില്ല ഇത് തൊടത്തില്ല, ഞങ്ങൾ വിവാഹം പോലും വിലക്കുകയാണ്, ഞങ്ങൾ കഠിനമായ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയാണ്, ഞങ്ങൾ ഇപ്പോൾ അതേ ആത്മീക വളർച്ചയുടെ ആ ഉന്നതിയിൽ നിൽക്കുകയാണ്, താഴ്മ ഞങ്ങൾക്ക് അങ്ങ് കവിഞ്ഞൊഴുകുകയാണ്. ഇത് കൊലോസ്യ സഭയിലോട് ചെലവാക്കാൻ നോക്കി. ഇവർ അപ്പോസ്തലന്റെ കാതിലെത്തിയപ്പോൾ ആത്മീയർ ഒരു നിമിഷം കൊണ്ട് താഴെ. ആത്മീകത അഭിനയിച്ചവർ ഭക്തിയുടെ വേഷം ധരിച്ചവരെ അപ്പോസ്തലൻ വലിച്ചങ്ങ്. പിന്നെയോ ഭക്തിയുടെ വേഷം മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിട്ടില്ല. അത് ഓരോരുത്തരും സ്വയമായി എടുത്തങ്ങ് ധരിക്കുക. ദൈവസഭയ്ക്കകത്ത് വന്നിട്ട് ആ ഭക്തിയുടെ വേഷം പാസ്റ്റർ ഇങ്ങോട്ട് തന്നേ, ഞാൻ രക്ഷിക്കപ്പെട്ടല്ലോ, എനിക്ക് ആ ഉടുപ്പിങ്ങ് തരുന്ന ഉടുപ്പ് സഭയിൽ വിൽക്കുന്നില്ല. ഭക്തിയുടെ വസ്ത്രങ്ങൾ സഭയിൽ വിൽക്കുന്നില്ല. ഭക്തിയുടെ വേഷധാരികൾ സഭയ്ക്കകത്ത് അതെ തിമിർത്താടുവാൻ കഴിയത്തില്ല. സഭയ്ക്കകത്ത് അങ്ങനെ ഒരു ഷോർട്ട് കട്ടിലൂടെ ആത്മീയത കൈവരിക്കുന്ന, വിശുദ്ധി കൈവരിക്കുന്ന, അതെ വളർച്ച പ്രാപിക്കുന്ന അങ്ങനെ ഒരു ക്യാപ്സൂളില്ല, അങ്ങനെ ഒരു വേഷവിധാനമില്ല. അത് ദൈവസഭയ്ക്കകത്തില്ല. ദൈവസഭയ്ക്കകത്ത് ഭക്തി ഉളവാകുവാൻ, ആത്മീക വളർച്ച പ്രാപിപ്പാൻ, ശുദ്ധീകരിക്കപ്പെടുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ: ശിരസ്സാവിൽ മുറുകെ പിടിക്കുക. ശിരസ്സാകുന്ന സ്രോതസ്സിൽ നിന്ന് ദിനംതോറും പോഷകം പ്രാപിച്ച് മെല്ലെ മെല്ലെ വളരുക. Growth always occurs gradually, happens gradually. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുവാണെങ്കിൽ നമ്മൾ അല്ലല്ലോ, നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ല വളർന്നത്. ഗ്രാജുവലി ആണ് അവർ ആ മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നത്. ഇന്ന് രാത്രി ആ ഭാഗം വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെനിക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. കഴിഞ്ഞ ആഴ്ചയോളം ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തക്ക ഒരു മറ നീക്കി എന്റെ ഹൃദയത്തിലോട്ട് ആ വചനമൊട്ട് പ്രകാശിക്കപ്പെട്ടുമില്ലായിരുന്നു. അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെ തരണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ വീണ്ടും ആ ഭാഗത്തുകൂടെ ഒന്നുകൂടെ കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് അതിനെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, നിങ്ങൾക്ക് അറിയാത്ത ഭാഗമല്ല, സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെ? നമുക്ക് അതിന് വായിച്ചാൽ മനസ്സിലാകാത്തത് ഒന്നും അതിനർത്ഥമില്ല. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ഇങ്ങനെ നമ്മള് ഇനി ഒരു പോയിന്റ് കൂടെ നിങ്ങളോട് എനിക്ക് പറയേണ്ടത് ആവശ്യമാണ്. ഈ ദൂതന്മാരെ, അത് വലിയൊരു പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നില്ല, ആരാധിക്കുന്നത് വരെ അത് ദൂതന്മാരോട് ഭയങ്കര ഓവർ അങ്ങ് ഇതുള്ള ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അപ്പം ഇതങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലൻ പറയാണ് അതിലൊക്കെ ഒരു രസിക്കുക. പക്ഷെ അപ്പോസ്തലൻ പറയാം അതത്ര രസമല്ല. കാരണം നോ ഏഞ്ചൽ ക്യാൻ ടേക്ക് ദ പൊസിഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സ്ഥാനം എടുക്കാൻ കഴിവുള്ള ഒരു ദൂതനും ഇല്ല. ക്രിസ്തുവിന്റെ സ്ഥാനം എടുക്കുവാൻ, കൈയടക്കുവാനുള്ള ഒരു ദൂതനും അതിനുള്ള അധികാരമോ അതിനുള്ള സ്ഥാനമോ ഇല്ല. അപ്പൊ ഇവർക്കൊരു ചിന്തയുണ്ട്,
ദൈവം മനുഷ്യന്റെ അടുത്തേക്ക് സമയാസമയങ്ങളിൽ ദൂതന്മാരെ അയക്കാറുണ്ടല്ലോ. അപ്പൊ ദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ ഒരു ദൂത സാമീപ്യം എപ്പോഴും കാണുന്നുണ്ടല്ലോ. ഭക്തന്മാരുടെയൊക്കെ ജീവിതത്തിലുണ്ട്. കർത്താവിന്റെ വരവിന് മുമ്പായിട്ടതുണ്ട്. പലയിടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അപ്പോസ്തലന് അവരോട് പറയണം, ജീസസ് ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ വേറെ ഒരു മധ്യസ്ഥനും ഇല്ല. നമ്മൾ ആ ഭാഗത്ത് ആദ്യം നമുക്കറിയാം, നമ്മളത് ആ ഭാഗത്തല്ല ഉപയോഗിക്കുന്നത്. ക്രിസ്തുയേശുവാണ് എന്നുള്ള ആ ദൈവത്തിനും മനുഷ്യർക്കൂടെ നിങ്ങൾ ദൂതനെ വെക്കണ്ട. ദൈവദൂതനെ അയക്കും, പക്ഷെ ദൈവത്തിനും മനുഷ്യർക്കിടയിൽ ലിങ്ക് ചെയ്യാനുള്ളതല്ല ദൂതൻ. ഇനി ക്രിസ്തുവിന്റെ സ്ഥാനം എടുക്കാനുള്ളതുമല്ല ദൂതൻ. ജീസസ് ഇസ് ദ കീ ടു ഓൾ റെവലേഷൻ ഫ്രം ഗോഡ്. ദൈവത്തിനുള്ള എല്ലാ വെളിപ്പാടിനെ താക്കോൽ യേശുവാണ്. ഇത് ദൈവമക്കളുടെ ഹൃദയത്തിൽ വളരെ ആഴമായി പതിഞ്ഞിരിക്കണം. ഒന്ന്, നോ ഏഞ്ചൽ ക്യാൻ ടേക്ക് ദ പൊസിഷൻ ഓഫ് ക്രൈസ്റ്റ്. ഒരു ദൂതനും ക്രിസ്തുവിന്റെ സ്ഥാനം കൈവശമാക്കുവാൻ കഴിയും. രണ്ട്, ജീസസ് ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. മനുഷ്യരുടെയും ദൈവത്തിന്റെ ഇടയിലുള്ള കണക്റ്റിംഗ്, അതെ, ആ പേഴ്സൺ, അതിനെ ലിങ്ക് ചെയ്യുന്ന ആള് യേശു മാത്രമാണ്. മൂന്ന്, ജീസസ് ഇസ് ദ കീ ടു ഓൾ റെവലേഷൻ ഫ്രം ഗോഡ്. ദൈവത്തിന് ലഭിക്കുന്ന എല്ലാ വെളിപ്പാടിനെയും താക്കോൽ യേശുവാണ്, യേശുവിടെ തന്നെയാണ്. ഇത് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാര്യം, നമുക്കിത് ഞാനത് ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായത് കുറച്ചുകൂടെ വ്യക്തമാകും. ഇത് നമ്മൾ എബ്രായ ലേഖനത്തിൽ പഠിച്ചിട്ടുണ്ട്. ഈ എബ്രായ ലേഖനം 1-ാം അധ്യായം എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ എബ്രായരുടെ ദൂതന്മാരുള്ള സ്ഥാനം ഇച്ചിരി അധികമായിരുന്നില്ലേ, അതിനെ ഒന്ന് തിരുത്തേണ്ടത് ആവശ്യമല്ലേ എന്ന് കരുതി അപ്പോസ്തലൻ ആ ഭാഗത്തോട്ട് കടന്നു പോകുന്നു. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൂതന്മാരെ ആരാധിക്കുന്ന കൂട്ടമുണ്ട് എന്നും, അല്ലെങ്കിൽ അതിനെ തിരുത്തേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധ്യം അപ്പോസ്തലൻ അല്ലെങ്കിൽ എബ്രായ ലേഖനക്കാരൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആ ഭാഗം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ എബ്രായ ലേഖനം പഠിച്ചത്. അതുകൊണ്ട് എല്ലാം ഓർത്തിരിക്കണം നിർബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുക. കാരണം ഈ പോർഷൻസ് ഒക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോവുകയാണ്. അതൊക്കെയും പറ്റാവുന്നിടത്തോളം ഒക്കെ നമുക്ക് ഓർക്കുകയും അറിയുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യാം. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിന് പ്രയോജനപ്പെട്ടിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോകുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നു, ഒന്നാം എബ്രായർക്ക് ലേഖനം 1 Hebrews chapter 1 ആണ്. അവിടെ തുടങ്ങുകയാണ് 4-ാം വാക്യം തൊട്ട്. അവൻ മുന്നിൽ പറഞ്ഞിങ്ങനെ വരികയാണ്, മഹിമയുടെ വലത്തുഭാഗത്തിരുന്നു. ക്രിസ്തു മഹിമയുടെ വലത്തുഭാഗത്തിരിക്കെ 4 എബ്രായർ 1:4 അവൻ ദൈവദൂതന്മാരെക്കാൾ സോ കമ്പയറിങ് ജീസസ് ആൻഡ് ഏഞ്ചൽസ്. ഒരു കമ്പാരിസൺ വരണമെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ എന്തേലും ഗുണസ്റ്റ് ആരെങ്കിലും ഒപ്പിച്ചിട്ട് ഉണ്ടല്ലേ, നമുക്കറിയാമല്ലോ. എന്തേലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഒപ്പിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള തിരുത്തലുകളും ഒക്കെ ദൈവം നമുക്ക് തരുന്നത്. അവൻ ക്രിസ്തു ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും. നമുക്കിപ്പോ ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കും, പിന്നെ ദൂതനെ യേശുവിനോട് ആരാ കമ്പയർ ചെയ്യുന്നത്? അതിന് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. നമുക്ക് ബിക്കോസ് വി ഡോണ്ട് കെയർ, നമ്മൾ അതിൽ രസിക്കുന്നവരല്ല, നമുക്കത് നമ്മുടെ ചിന്തയെ പോലും അത്. പക്ഷെ അവരങ്ങനല്ല. ദൂതന്മാരുടെ ഒത്തിരി ഇന്ററാക്ഷൻസ് ഉള്ളവര്, അത് തിരുവെഴുത്തുകളിലും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു സ്വന്തം ദർശനം കണ്ട്, സ്വർഗീയ ദർശനമല്ല, സ്വന്തം ദർശനം കണ്ടപ്പം അതിനകത്ത് എന്തുകൂടെ ചേർത്ത് വെച്ചു? ദൂതന്മാർക്ക് ഒരു അമിത പ്രാധാന്യം. ദൂതന്മാരും പുകഴ്ത്തപ്പെടാൻ യോഗ്യരാണ്. കാരണം അവർ ദൈവ പുരുഷന്മാർ. ദൈവം വന്നു എന്ന്, ദൂതൻ വന്നപ്പോൾ ദൈവ സന്ദർശിച്ചു എന്നൊക്കെ പറയുന്നു അല്ലെ. ദൂതന്റെ സന്ദർശനങ്ങളെ ദൈവിക സന്ദർശനമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ അതില് ഒരാനന്ദം കണ്ടെത്തിയപ്പോൾ എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയാണ്, ഒന്നും നിങ്ങൾ ഓർത്തോണം, യേശുവിന്റെ സ്ഥാനം അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയാണ്, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 5-ാം വാക്യം, നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അപ്പൊ ദൈവമക്കളൊന്ന് ചിന്തിച്ചേ, ഈ ഭാഗം ചിന്തിച്ചേ. എങ്ങനെ അറിയോ? ദൂതന്മാരരുളി ചെയ്തെന്ന് പറഞ്ഞാണോ നിങ്ങൾ ഈ ദൂതന്റെ പുറകെ പോകാൻ പോകുന്നത്?
പക്ഷെ ദൈവം ദൂതനോട് അരുളി ചെയ്ത് നിങ്ങൾ നോക്കട്ടെ. ദൂതൻ അത് പറഞ്ഞു, ദൂതൻ ഇത് പറഞ്ഞു, പറയും, കാരണം ദൈവം അയച്ച. എന്നിട്ട് അവസാനം കൊണ്ട് നിർത്തുന്ന വളരെ വളരെ എന്താണ് പവർഫുൾ ആയിട്ടാ എന്നറിയോ? എന്നിട്ട് പറയാണ്, ആദ്യജാതനെ പിന്നെ 6-ാം വാക്യം ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്ത്. സങ്കീർത്തനത്തിലെ വാക്യങ്ങളാ. അപ്പൊ ഈ ദൂതന്മാരിൽ രസിക്കുന്നവരുടെ താണ്ട കിടക്കുന്നത് അതും പൊളിച്ചെടുക്കുക. എന്തോ പൊളിച്ചെടുക്കുന്നേ? ഒന്ന്, ശ്രേഷ്ഠ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന്റെ അവകാശി, ശ്രേഷ്ഠനായിരിക്കുന്ന ക്രിസ്തു. തീർന്നില്ല, പുത്രനാണ്. ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്ന ഒരു ദൂതനോട് ഇതുവരെ തീർന്നില്ല. പിന്നെ ചോദിച്ചേക്കുന്ന കാര്യമാണ്, ആദ്യജാതൻ, അതായത് യേശുവിനെ, ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ട്, ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അപ്പൊ ദൂതനെയാണോ നമസ്കരിക്കേണ്ടത്? നമ്മള് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ, പിന്നെ ക്രിസ്തുവിനെ നമ്മൾ മാത്രം ആരോടാ നമസ്കരിക്കുന്നേ? ദൂതന്മാരുടെ. അതായത് ദൂതന്മാർ വീണു വണങ്ങുന്ന ക്രിസ്തുവിനെ പിന്നെ നമ്മൾ വണങ്ങണോ? കാരണം വ്യക്തമല്ലേ നമുക്കതൊക്കെ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എന്തുവാ? യോഹന്നാൻ ദൂതനെ വണങ്ങാൻ ശ്രമിച്ചപ്പം എന്തോ പറഞ്ഞത്? ഞാൻ നിനക്ക് സമൻ എന്നെ വണങ്ങുവാൻ. പക്ഷെ ഇപ്പം സഭയ്ക്കകത്ത് എന്ത് കയറി വരിക? ദൂതനെ ആരാധിക്കുന്നതിൽ രസിക്കുന്ന. ഞങ്ങൾ ദർശനം കണ്ടു. നിങ്ങൾ കണ്ടു കാണത്തില്ല, പക്ഷെ ദൈവം അയക്കുന്ന ദൂതന്മാരെ ഇങ്ങനെ പോരാ, ഇതിൽ കൂടുതൽ അവര് പുകഴ്ചകൾക്ക്. അതിനകത്ത് വലിയ മർമ്മമുണ്ട് കേട്ടോ. മർമ്മം അങ്ങ് ഏഞ്ചലിക്ക് ടീച്ചിങ് അങ്ങ് ആരംഭിച്ചു അല്ലേ? അപ്പൊ ഭയങ്കര. അപ്പൊ നോക്കുമ്പോ ശരിയാണല്ലോ, ഒരു നിമിഷം മറ്റേതൊക്കെ അങ്ങ് മറന്നുപോകും. അപ്പൊ ഇവിടെ എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. എന്നാന്നറിയോ? അപ്പൊ ദൂതന്മാരും ക്രിസ്തുവിനെ നമസ്കരിക്കണമെന്നാണ് 7-ാം വാക്യം. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നുവെന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അപ്പൊ എങ്ങോട്ട് വന്നു പറഞ്ഞു ഇപ്പൊ ദൂതന്മാരുടെ പൊസിഷൻ ഏതാ? ശുശ്രൂഷകന്മാരുടെ പൊസിഷനിലേക്ക് വന്നിട്ട് നമ്മളോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. എന്നിട്ട് പുത്രനോടോ ഇത് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അധികം പോകുന്നില്ല. പറഞ്ഞിട്ട് ലാസ്റ്റ് വാക്യം വായിക്കുകയാണ്, 14-ാം വാക്യം. അരുളി ചെയ്തിട്ടുണ്ടോ? ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നിട്ട് അവരൊക്കെ, ദൂതന്മാരൊക്കെ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മക്കളല്ല. അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു പശ്ചാത്തലത്തിലായിരിക്കും എഴുതിയത് നമുക്ക് ഊഹിക്കാം. രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെ ശുശ്രൂഷിക്കാൻ, അതായത് ക്രിസ്തുവിനെ ദൂതനെ നമ്മൾ കമ്പയർ ചെയ്തു. എന്നിട്ട് കൊണ്ട് നിർത്തുന്ന എവിടാ? നിങ്ങൾ അറിഞ്ഞിരിക്കണം ദൂതന്റെ ദൗത്യം ഇന്നതൊക്കെയാണ്. ഇനി നിങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, രക്ഷിക്കപ്പെടുന്നവരുടെ, രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കൂടെ അയക്കപ്പെടുന്ന, സെർവ് ചെയ്യാനുള്ള സ്പിരിറ്റ്സ് ആണ് അവര്. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാ ഡൗട്ടും എല്ലാവരുടെയും മാറി. നമ്മുടെ അല്ല, നമുക്ക് ഡൗട്ടില്ല. ആരെങ്കിലും ഒക്കെ ഡൗട്ടുമായിട്ട് വന്നാൽ ഇത് മനസ്സിൽ കരുതിക്കോണം. ക്രിസ്തുവിനെയും ദൂതനെയും കമ്പയർ ചെയ്യുന്നു, ഒടുവിൽ കൊണ്ട് നിർത്തുമ്പോ അപ്പൊ നമ്മളോ ക്രിസ്തുവിനെ ആരാധിക്കും. നമ്മളപ്പം വേണ്ട. കാരണം രക്ഷിക്കപ്പെടാനുള്ളവരുടെ, രക്ഷപ്പെടുന്നവരുടെ, ദൈവത്തിന്റെ മക്കളായവരെ കൂടെ സൂക്ഷിക്കുന്ന സെർവിങ് സ്പിരിറ്റായി സേവക ആത്മാക്കളല്ലയോ? എന്നിട്ട് അവരെ ഇപ്പൊ നിങ്ങൾ സേവിക്കാൻ പോകണം. നിങ്ങളെ സേവിക്കാൻ ദൈവം വെച്ചിരിക്കുന്നവരെ ഇപ്പൊ ഓർത്തോണ ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ ഒക്കെ, ഉപദേശ രൂപേണ സഭയ്ക്കകത്ത് വന്ന ദുരുപദേശങ്ങൾ ദൈവം ക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കി, അല്ലെങ്കിൽ ക്രിസ്തുവുമായി കമ്പയർ പോലും അവരെ വീട് വണങ്ങണം, നമസ്കരിക്കണം എന്ന് അരുളി ചെയ്തു. എന്നിട്ട് ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടാനുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട, സെർവ് ചെയ്യേണ്ട ഏഞ്ചൽസിനെ ഇപ്പൊ നിങ്ങൾ സെർവ് ചെയ്യാൻ, അതായത് വർഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതാണ് ആ പോർഷൻ. അത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരണം. ഈ പോർഷൻ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിൽ വരികയാണ്, ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ, അത് ടച്ച് ചെയ്തില്ലല്ലോ. ദൂതന്മാരെ ആരാധിക്ക്, താഴ്മയെ കുറിച്ച് പറഞ്ഞു, പക്ഷെ ദൂതന്മാരെ ആരാധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കത്തില്ല. നമ്മുടെ സഹോദരൻ അത്ര കടന്ന് ചിന്തിക്കത്തില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു, പഠിപ്പിക്കുന്നവർ രക്ഷപ്പെടും. അങ്ങനെ പിന്നെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടോ ചോദിക്കും. അത് നമ്മുടെ പക്ഷേ അത്ര കടന്ന് ചിന്തിച്ച് നമ്മളെ ബുദ്ധിമുട്ടിലാക്കത്തില്ല. അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട്. എങ്കിലേ നമ്മളെ ദൈവം അതിനത്തോട് ദൈവത്തോട് നമുക്ക് അറിയാൻ മേത്ത കാര്യം അറിയത്തില്ലെന്ന് നമ്മൾ പറയും, ഇല്ലെങ്കിൽ പിന്നീട് അറിയുമ്പോൾ പറയും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതും എന്റെ ഹൃദയത്തിൽ വന്ന ചിന്തകളും ധ്യാനത്തിലും ഒക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതും ഒക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്.
ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഹെറസീസ്, ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ സഭയെ കടന്നു പിടിച്ചിട്ട് നമ്മൾ ഈ എന്താ പറയുക, പ്രഥമ ദൃഷ്ടിയിൽ അട്രാക്റ്റ് ആയി പോകും. അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും ദൈവമക്കളെ നമ്മളെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെ തിരിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടേ. ഈ പറയുന്ന ഈ ദുരുപദേശങ്ങൾ വളരെ അത്യാകർഷണമാണ്. പക്ഷെ നാം പഠിപ്പിക്കുന്ന ഈ സത്യോപദേശത്തെ അത്യാകർഷണമല്ല, അത് അകത്തേക്കാ ചെല്ലുന്നേ. അത് കാതുകൾക്കിമ്പമല്ല, പക്ഷെ കാതിനകത്തൂടെ ഹൃദയത്തിലോട്ട് കയറ്റി വിട്ടാൽ അത് പോഷകം തന്നിരിക്കും, വളർച്ച തന്നിരിക്കും. പക്ഷെ ഈ ദുരുപദേശത്തിന്റെ ഏറ്റവും വലിയ ട്രാപ്പ് എന്നാണെന്നറിയാമോ? കാതുകൾക്ക് നല്ല ഇമ്പവും എന്താ പറയുക, ആ ദേഹിയെ നല്ലപോലെ സുഖിപ്പിക്കുന്ന ആ ഉപദേശമായിരിക്കും പലപ്പോഴും അത് റിസീവ് ചെയ്യുവാൻ ആൾക്കാർ റെഡിയായി മാറും. ഏഞ്ചൽ, ഏഞ്ചൽ ഏഞ്ചൽ എന്ന് 10 പ്രാവശ്യം പറയുമ്പോൾ ആ ഏഞ്ചലിനെ അവിടെ കണ്ടു, ഈ ഏഞ്ചലിനെ ഇവിടെ കണ്ടു. അപ്പൊ ആ ഏഞ്ചൽ അങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ അതെല്ലാം ദേഹിക്ക് ഒരു പ്രത്യേക സുഖം. എന്നാൽ അപ്പോസ്തലൻ ഒരു കാലത്തും അതിനെ അനുവദിച്ചിരുന്നില്ല. അപ്പൊ ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിക്കുന്നു, താഴ്മയിൽ രസിക്കുന്നു. അപ്പോസ്തലൻ പറയുക, ഇത് രണ്ടും കൂടി ഞാൻ തറപ്പിച്ച് നിങ്ങളോട് പറയാം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ എബ്രായലേഖനം നമ്മൾ വായിച്ചല്ലോ. ശിരസിനെ മുറുകെ പിടിക്കുന്ന ആർക്കേലും ദൂതന്മാരെ ആരാധിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ ശിരസിൽ നിന്ന് അകന്നേ. ഞാൻ പറയട്ടെ, നമ്മൾ എവിടെ ചെന്ന് വേണമെങ്കിൽ നമ്മൾ ചെയ്തവരല്ലേ. ശിരസിനെ മുറുകെ പിടിക്കാത്തൊരു കാലത്തെ കുറിച്ച് ചിന്തിച്ചേ. കല്ല് കണ്ടാലും നമ്മള് തല വണക്കും, കുരിശ് കണ്ടാലും തല വണക്കും, ഏത് ബിംബം കണ്ടാലും തല വണക്കും. എനിക്കറിയത്തില്ല, നമ്മള് മരിച്ചവരെ കാണാൻ ചെല്ലുമ്പോ മരിച്ചു കിടക്കുന്നവരെ നമ്മൾ അങ്ങ് വണങ്ങും. ഞാനിപ്പോ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഈ അടക്കത്തിലൊക്കെ ആൾക്കാർ കാണാൻ വരുമ്പോഴേ ഈ റെസ്പെക്ട് കാണിക്കുന്ന പെട്ടെന്ന് കുരിശങ്ങ് വരയ്ക്കും. ഈ മരിച്ചു കിടക്കുന്ന ആളെ ജീവിതകാലത്തൊന്ന് ചിരിച്ചു കാണിക്കുവോ, അവരെ കുറിച്ചൊരു അപ്രീസിയേഷൻ പറയുമോ ഒന്നും കരുതിയിട്ടില്ല. പക്ഷെ മരിച്ചു കിടക്കുമ്പോൾ ജീവിക്കുമ്പോൾ ഇല്ലാത്ത റെസ്പെക്റ്റാ മരിച്ചു കിടക്കുന്ന ശവത്തോട്. ഞാൻ പറഞ്ഞ ശരീരത്തെ റെസ്പെക്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാം ഒരു ആരാധന ഭാവത്തിലേക്ക് അങ്ങ് പോകും. കല്ലിനോടും മണ്ണിനോടും മരത്തിനോടും പർവ്വതത്തോടും മനുഷ്യനോടും ഇടജാതികളോടും അല്ലെങ്കിൽ എന്താ പറയണ്ടേ ബിംബങ്ങളോടും എവിടെയാണൊരു നന്മ കിട്ടുന്ന അവിടത്തേക്കും ഒരു ബോധവും ഇല്ല. കാരണം അറിയോ, നമുക്ക് എപ്പോഴാ നമ്മുടെ ബ്രെയിൻ ഡെഡായപ്പോൾ നമുക്ക് ബോധമുണ്ടോ? നമുക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയാമോ? അതായത് തലയെ മുറുകെ പിടിച്ചില്ല പിന്നെ ഒരു ബോധവും. പിന്നെ എന്തുവാ, പിന്നെ തന്നിഷ്ടം പൊന്നിഷ്ടം. പക്ഷെ തലയെ മുറുകെ പിടിച്ചാലോ, തന്നിഷ്ടം ചവിട്ടുകൊട്ടയിൽ, ശിരസിന്റെ ഇഷ്ടം പൊന്നിഷ്ടം. യു ഗോട്ട് ഇറ്റ്? തലയെ മുറുകെ പിടിക്കാതിരുന്നാൽ തന്നിഷ്ടം പൊന്നിഷ്ടം. തലയെ മുറുകെ പിടിച്ചാൽ തന്നിഷ്ടം വേസ്റ്റില് കൊട്ടയിലിട്ട് എറിയണം. പിന്നെയോ ശിരസിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം, അതാണ് എന്റെ പൊന്നിഷ്ടം, അതാ എന്റെ ശിരസ്. അപ്പൊ ഓർത്തോണം, നാം സുബോധമുള്ളവരായി നടക്കണമെങ്കിൽ, സുബോധമില്ലാത്തൊരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. എല്ലായിടത്തും വണങ്ങാൻ ഒരു ടെൻഡൻസി. പക്ഷെ ശിരസിനെ മുറുകെ പിടിക്കുന്നവർ പറയും നടക്കത്തിൽ ഈ പരിപാടി ഇവിടെ. നമുക്കറിയാം, കാരണം വെളിപ്പാട് പുസ്തകത്തില്ല, യോഹന്നാന് ദൂതന്റെ വെളിപ്പാട് ഉണ്ടാകുമ്പോൾ യോഹന്നാൻ പോലും വണങ്ങാൻ. അപ്പൊ നമ്മളത് ഓർത്തേ, യോഹന്നാൻ അപ്പോസ്തലൻ പോലും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാണ്, ഒന്ന് വണങ്ങാൻ. അല്ലെങ്കിൽ അത്രയ്ക്കും തേജസ്സോടാണ് ഇത് വെളിപ്പെടുന്നത്. സ്വർഗീയ ജീവികളാ, സ്പിരിച്വൽ ബീയിങ്സ്, ഹെവൻലി ബീയിങ്സ്. പക്ഷെ ക്രിസ്തുവിന് മീതെയല്ല ഒന്നും. പറഞ്ഞാട്ട്, ക്രിസ്തുവിന് മീതെയല്ല ഒന്നും, ക്രിസ്തുവിന് മീതെയല്ല ആരും. പ്രകാശം കണ്ടോ, വെളിച്ചം കണ്ടോ, അതൊന്നും ക്രിസ്തുവിന് മീതെയല്ല. എന്നിട്ട് ആ പെർഫെക്റ്റ്, പ്രിയപ്പെട്ടവരെ അപ്പോസ്തലനെ പ്രത്യേകം ശ്രദ്ധിച്ചേ, ആ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, ആ റൈറ്റ് പൊസിഷൻ ദൂതന്മാരെ പ്ലേസ് ചെയ്തു. നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം, മാനം കൊടുക്കണം, ഓരോരുത്തർക്കും കൊടുക്കേണ്ട ആദരവ് നമ്മൾ കൊടുക്കണം. മനുഷ്യരെ ബഹുമാനിക്കേണ്ട എങ്ങനെ നമുക്കറിയാം. അതെ, ജീവനുള്ളവരെ ബഹുമാനിക്കേണ്ട, അതെ ഒരു ശവശരീരത്തോട് കാണിക്കേണ്ട അതെ മര്യാദ നമുക്കറിയാം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അതും നമ്മൾ അറിയണം. മനുഷ്യന് കൊടുക്കേണ്ട മാനവും നമ്മള്, ദൂതനെ കൊടുക്കേണ്ട ആദരവും നമ്മൾ അറിയണം. എന്നാൽ ആരാധനയ്ക്ക് ദൂതന് യോഗ്യനല്ല ഒരു മനുഷ്യനും. ഇതാണ് ആ ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അങ്ങനെ ആ വളർച്ച പ്രാപിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് വരാം. എന്നിട്ട് നമ്മൾ 20-ാം വാക്യം പറയുമ്പോൾ അത് അവിടെ ക്ലിയർ ആയതുകൊണ്ട് ഇനി 20-ാം വാക്യത്തിലേക്ക് ഞാൻ വരിക. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ
മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസൃതമായി പിടിക്കരുത്, രുചിക്കരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് ഇനിയും തുടരുതെന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത്. ഇതിനാ നിങ്ങൾ അഴുക്ക് പറയണം അപ്പോസ്തലൻ പറയണേ. ഇനി എന്തിനാ നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു. ആ ലോകത്തിന്റെ തത്വങ്ങൾ, ലോകം ഉണ്ടാക്കുന്ന റിലീജിയൻ, ആത്മീക തത്വങ്ങളിൽ നിങ്ങൾ മരിച്ചു. ഇനി നിങ്ങൾക്ക് അതുമായിട്ടൊരു ബന്ധവുമില്ല. ഇനി അവര് വീണ്ടും വന്നിട്ട് തുടരുത്, രുചിക്കരുത്, പിടിക്കരുത്. അതിന് നിങ്ങൾ വീണ്ടും എന്തിനാ നിങ്ങളെ വിട്ടുകൊടുക്കുന്നത്? ആ ഫോൾസ് സ്പിരിച്വാലിറ്റിക്ക്, വ്യാജ ആത്മീകതയ്ക്ക് നിങ്ങളെ വിട്ടുകൊടുക്കാൻ പാടില്ല. എന്താണെന്നറിയാമോ ഇവരുടെ ഉദ്ദേശം? എന്താണെന്ന് കേൾക്കണോ? ഞാനത് കഴിഞ്ഞ ആഴ്ച ഒന്ന് പറഞ്ഞു. ഡിനൈങ് ദ ബോഡി ടു പ്രൂവ് ദാറ്റ് യു ആർ സ്പിരിച്വലി സുപ്പീരിയർ ടു എനിവൺ. എന്താണ് ഇതിന്റെ ലക്ഷ്യം? അതാണ് ഇതിനകത്തെ കാപട്യം എന്ന് പറയുന്നത്. ഈ കപടഭക്തിക്കാരുടെ എല്ലാം അകത്തിരിക്കുന്ന ഉദ്ദേശം എന്തെന്നറിയാവോ? ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. മറ്റുള്ളവരെക്കാൾ ഞങ്ങൾ ഉയർന്നവരാണ്, ദൈവത്തിന്റെ സേവിക്കുന്നതിലും ദൈവത്തിന് കൊടുക്കുന്നതിലും ജീവിതത്തിലും വിശുദ്ധിയിലും ഞങ്ങൾ മറ്റൊരാൾക്ക് മുകളിലാണ് കാണിക്കുന്ന ദുരുദ്ദേശമാണ് ഈ കപട ആത്മീയതയുടെ ലക്ഷ്യം. അവര് വിചാരിക്കുന്നത് they can improve spiritual things by using physical things. Physical things കൊണ്ട് spiritual thingsനെ improve ചെയ്യാവുന്നു. No, അവർക്ക് പറ്റത്തില്ല, നമുക്ക് പറ്റത്തില്ല. Physical things do not improve spiritual. കാരണം എന്താ? നമ്മൾ ചിന്തിച്ചല്ലോ. അപ്പൊ ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ ഇന്നർ പ്യൂരിറ്റിയെ കുറിച്ചൊന്ന് പറയാമോ? യേശു പഠിപ്പിച്ച ഇന്നർ പ്യൂരിറ്റി. അത് എത്ര പ്രാധാന്യമാണ്. ചില വാക്യങ്ങൾ ഇവിടെ വായിക്കുമ്പോൾ വ്യക്തമാവും. അത് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലാത്ത വേദഭാഗമായിട്ട് പെട്ടെന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 10 തൊട്ട് ഉള്ള വാക്യങ്ങളിൽ ശക്തമായി യേശു പ്രതിപാദിച്ചു പ്യൂരിറ്റിയെ കുറിച്ച്. അതായത് എന്തോ പ്യൂരിറ്റി? നമ്മുടെ അകമയുള്ള ശുദ്ധിയെ കുറിച്ച്. മത്തായി സുവിശേഷം 15-ാം അധ്യായം 10 തൊട്ട് ഉള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നതായിരിക്കും. പിന്നെ അവൻ പുരുഷാരത്തെ വിളിച്ചു. പിന്നെ യേശു പുരുഷാരത്തെ അരികെ വിളിച്ചു അവരോട് പറഞ്ഞത് കേട്ട് ഗ്രഹിച്ചുകൊള്ളുവീൻ. മനുഷ്യനെ അശുദ്ധി വരുത്തുന്നതോ വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്നോ പുറപ്പെടുന്നതത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ അടുക്ക വന്നു. പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി. യേശു സ്വർഗ്ഗസ്ഥനായ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. അവരെ വിടുവീൻ, അവർ കുരുടന്മാരായ വഴികാട്ടികളത്രേ. കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു പറഞ്ഞത്, നിങ്ങൾ എല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്നു പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു, മനുഷ്യനെ അശുദ്ധമാക്കുന്നു. ഇതേ കഴുകാത്ത കൈ കൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. ഈ ഭാഗങ്ങൾ വായിച്ചു. വേഗത്തിൽ ഞാനൊരു ഭാഗം കൂടെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എന്നിട്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പറഞ്ഞ് ക്ലോസ് ചെയ്യാം. മത്തായി സുവിശേഷം 23-ാം തീയതി ഇത് ഇന്നർ പ്യൂരിറ്റിയെ കുറിച്ചാണ് യേശു പറഞ്ഞത്. ഇനി യേശു ഔട്ടർ പ്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് അർത്ഥത്തിൽ പറഞ്ഞു? മത്തായി സുവിശേഷം 23-ാം അധ്യായം 25 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങൾ ശക്തമായി കർത്താവ് പറയുന്ന വാക്ക്, അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഭാഗമാണ്. 23-ന്റെ 25 തൊട്ട് ഞാൻ ജസ്റ്റ് വായിക്കാം. അതൊന്നും എളുപ്പം വായിച്ചു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ. ഇനി ഇവിടെ പറയുന്നത് ഇവരേറ്റവും ഉയർത്തിപ്പിടിച്ച ഔട്ടർ പ്യൂരിറ്റി, ഭാഗ്യമായ ഇവരുടെ വിശുദ്ധിയുടെ ലക്ഷണങ്ങളായി ഇവർ ഉയർത്തിപ്പിടിച്ചതിനെ കർത്താവ് എങ്ങനെ കണ്ടു? ആന്തരികമായി ഇവർ ഒട്ടും വില കൊടുക്കാഞ്ഞതിനെ കർത്താവ് എങ്ങനെ കണ്ടു? ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ
കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഉള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. വെള്ള തേച്ച ശവക്കല്ലറകളോട് ഭാഗ്യമായ അവരുടെ പ്യൂരിറ്റിയാ. നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കും. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. അപ്പോ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ട് കാര്യത്തിന്റെ സ്ഥാനം പിടികിട്ടി കാണും. വെള്ള തേച്ച ശവക്കല്ലറകളെ അല്ലെങ്കിൽ മാന്യമായി നടക്കുന്നതിനെതിരെ അല്ല പറഞ്ഞത്. പിന്നെയോ അവർ പുറമേയുള്ള വിശുദ്ധി കൊണ്ട്, പുറമേയുള്ള വസ്ത്രം കൊണ്ട്, വാക്യങ്ങൾ എഴുതി തൂക്കിയത് കൊണ്ട്, അതെ, ചുളുങ്ങാത്ത വസ്ത്രം ധരിച്ചത് കൊണ്ട്, അഴുക്കുപെരളാത്ത കൈകൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എവിടെയും വെടിപ്പായി നടക്കുന്നത് കൊണ്ട്, എല്ലാം പല ആഴ്ചയിൽ 3 വട്ടം ഉപവസിക്കുന്നതുകൊണ്ട്, എന്തെല്ലാം ഉണ്ടെങ്കിലും കാണേണ്ടവൻ അത് കണ്ടപ്പോൾ, നോക്കേണ്ടവൻ അത് നോക്കിയപ്പോൾ, യഥാർത്ഥത്തിൽ ദൈവമക്കളെ ഒരു കാര്യം ഓർത്തണം. നമുക്ക് വേണ്ട വൃത്തിയും, നമുക്ക് വേണ്ട ചിട്ടയും, നമുക്ക് വേണ്ട സെൽഫ് ഡിസിപ്ലിനും എല്ലാം നമുക്ക് ആവശ്യമാണ്. ഇതൊന്നുമില്ലാതെ ഒരു കുത്തഴിഞ്ഞ പുസ്തകമല്ല ക്രിസ്തീയ ജീവിതം ദൈവമക്കൾ. എന്നാൽ ഓർത്തോണം, കാണേണ്ടവൻ നമ്മളെ കാണുമ്പോൾ, നോക്കേണ്ടവൻ നമ്മളെ നോക്കുമ്പോൾ, നാം ഏത് നിറമുള്ള വസ്ത്രം ധരിച്ചാലും അതിനകത്തൂടെ തുളച്ചേരുന്ന അഗ്നിജാലക്കത്ത കണ്ണുള്ളവൻ നമ്മുടെ അകം ശോധന ചെയ്യുമ്പോൾ അത് വെള്ള വെച്ച ശവക്കല്ലറകൾക്ക് തുല്യമായി ആകുവാൻ പാടില്ല. അതായത് ശവക്കല്ലറയിൽ വെള്ള വെച്ചല്ല യേശുവിന്റെ പ്രശ്നം. പരീക്ഷന്മാർ നല്ല വസ്ത്രം ധരിച്ചതല്ല പ്രശ്നം. അവർ വചനം എഴുതിയ അതെ കാര്യങ്ങൾ ശരീരത്തിൽ വഹിച്ചതല്ല പ്രശ്നം. പിന്നെയോ അവരുടെ അകത്തുള്ള അധർമ്മത്തിന്റെയും അനീതിയുടെയും ദുഷ്ടതയുടെ ആധിക്യമായിരുന്നു യേശുവിന്റെ പ്രകോപനം. യേശു അവർക്കെതിരെ ശബ്ദം ഉയർത്താനുള്ള കാര്യം. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക. എന്താണ് യേശു കർത്താവ് എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? നമ്മളോട് മുഷിഞ്ഞു നടക്കാനോ ഇതേ കർത്താവ് എന്താണ് ഇത് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ ഇവിടെ ഈ ഭാഗം എല്ലാവർക്കും ഫെമിലിയർ ആണ്. ആ ഭാഗത്ത് നിന്ന് തിരിച്ച് മത്തായി സുവിശേഷം 10 നമ്മൾ തിരിച്ചു വരികയാണ്. നമുക്ക് ആദ്യം വായിച്ചു തന്ന ആ വേദഭാഗത്തിൽ 15 അല്ലെ, 15:10 മാത്യു ചാപ്റ്റർ 15:10 നമ്മൾ തിരിച്ചു വരികയാണ്. എന്താ അവിടെ സംഭവിക്കുന്നത് ചോദിച്ചാൽ വേഗത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഞാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഈ 2ാമത്തെ അധ്യായം നിർത്തി അടുത്ത ആഴ്ച 3-ാം അധ്യായം തുടങ്ങാമല്ലോ എന്നൂടെ ഓർത്തോണ്ടാണ്. എന്ത് സംഭവിച്ചു? ആദരം കൊണ്ട് ബഹുമാനിക്കുകയും ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്ന ജനം. ആ ജനത്തെ കുറിച്ച് സംസാരിക്കുവാൻ ചില കാരണങ്ങൾ ഉണ്ടായി. 15:1 ശിഷ്യന്മാര് എന്ത് ചെയ്തു? കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ അവരുടെ ആചാരപ്രകാരമുള്ള കൈ കഴുകാതെ. അതിന്റെ ശിഷ്യന്മാര് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതല്ല ഇതിനർത്ഥം. ഇവരുടെ സമ്പ്രദായത്തനുസരിച്ചുള്ള ആ സീരീസ് ഓഫ് ഹാൻഡ് വാഷിംഗ് നടക്കണം. ജസ്റ്റ് കൈ കഴുകിയാ പോരാ, അത് ഇവര് ചെയ്യാഞ്ഞപ്പോ ഇവര് ചൊടിച്ചു. ആ ചൊടിപ്പിന് യേശു തക്കതായ ആ സാഹചര്യം ഉപയോഗിച്ചിട്ട് യേശു എങ്ങോട്ട് കടന്നു കയറിയെന്നറിയാമോ? അത് നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഇവിടേക്ക് നമ്മൾ വരുന്ന ഭാഗത്തേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്ത് ചെയ്യാണ്? യേശു 10-ാം വാക്യത്തിൽ പറയുക, എല്ലാവരെയും അടുത്ത് വിളിച്ചിട്ട് പറയാം, വേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, കേട്ട് ഗ്രഹിച്ചോളാൻ പറഞ്ഞു. എന്താ ഗ്രഹിച്ചോളാൻ പറഞ്ഞേ? മനുഷ്യൻ അശുദ്ധി വരുത്തുന്നത് വായിക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നു. ദൈവമക്കളെ, ഇന്ന് രാത്രി ഈ ദൈവവചന ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് നമ്മളെ തന്നെ ശോധന കഴിക്കണം. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത് നമ്മളെ അശുദ്ധമാക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നാം ഇന്നർ പ്യൂരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ വസ്ത്രത്തിൽ അടുക്കിയിരിക്കുന്നതിന് നമുക്ക് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ വായിക്കകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾക്ക് പ്രാധാന്യമില്ലെങ്കിൽ അതിന്റെ അർത്ഥം നാം വെള്ള വെച്ച ശവക്കല്ലറാണ്. സോറി ടു സേ ദാറ്റ്. പക്ഷെ യേശു അത് പറഞ്ഞു. കാരണം അവരൊരു പരീക്ഷനും ശാസ്ത്രിക്കും ഒരു വിഷയമേ അല്ല എന്നിട്ട് പറയുന്നത് കേട്ടോണേ. അശുദ്ധ അപ്പോൾ ശിഷ്യന്മാർ അടുക്ക വന്ന്, പരീക്ഷന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നു എന്ന് ചോദിച്ചു. അവര് ഇടറിപ്പോയെന്ന് ഉടനെ യേശുവിന്റെ മറുപടി കേട്ടോണേ. അതിനവൻ, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെ വേരോടെ ഐ ഡോണ്ട് കെയർ. പോട്ടെ, ഇടർന്നെങ്കിൽ. എന്നിട്ട് ഈ ശിഷ്യന്മാരുടെ എക്സ്പ്ലനേഷൻ ആണ്, ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഇവരോട് ചോദിച്ചേ. 16-ാം വാക്യം. അതിന് 15 പത്രോസ് അവനോട്, ആ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് വലിയൊരു ഉപമയൊന്നും അല്ലായിരുന്നു. എന്നാലും അവർക്ക് ഒരു ഡൗട്ട്. കാരണം എന്താറിയാവോ? ഈ ഭക്ഷണത്തിന് വലിയ ലോസ് ഉള്ളവരാണ് ഇവര്. ഫുഡ് ലോസ് ഒത്തിരി ഉള്ളവരാ. ഭക്ഷണ നിയമം ഇത്രയും കർശനമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യേശു പറയുകയാണ്, കഴിക്കുന്നതിനകത്തല്ല കാര്യം,
എന്ത് കഴിക്കുന്നതിനുപരി വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് പ്രാധാന്യത്തെ അവർ എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോ യേശു എന്ന് പറയുന്നതാണ്. 17-ാം വാക്യം വായിച്ചു. വായിക്കകത്ത് കിടക്കുന്നതല്ല. ഇവിടെയാണ് മനസ്സിലായില്ല. പൊരുള് വന്നപ്പോഴത്തേക്ക് നിഴല് മാറിപ്പോവുകയാണ്, നിയമങ്ങൾ മാറാൻ പോവുക, ഫുഡ് ലോസ് മാറാൻ പോവുക. സ്വത്രത്തോടെ എന്നും ഭക്ഷിക്കാം, ദൈവത്തിന് നന്ദി കൊടുത്തുകൊണ്ട് എന്നും ഭക്ഷിക്കാം. അതാണ് പിന്നെ എവിടെ കൊടുക്കുന്ന? പത്രോസിന് വിശന്നപ്പോൾ കൊർന്നൊല്യോസിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദർശനം കൊടുക്കുക. സ്വന്തം ദർശനം പത്രോസ് പ്രാപിച്ചിട്ട് കൊർന്നൊല്യോസിന്റെ അടുത്ത് പോകത്തില്ല, സ്വർഗീയ ദർശനം പ്രാപിച്ചുകൊണ്ടാണ്. ഈ സ്വന്തം ദർശനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞോണം കേട്ടോ. സ്വർഗീയ ദർശനത്തിനായി കാരണം സ്വന്തം ദർശനം കൊണ്ട് ഇട്ടാവാട്ടത്തിൽ നിൽക്കും, സ്വർഗീയ ദർശനം കൊണ്ട് പറയുന്നിടത്ത് പോകും. അതാണ് പ്രത്യേകത. എന്ത് ചെയ്തു? സ്വർഗീയ ദർശനം, സ്വന്തം ദർശനം എന്തുവാ? തുടരുത് രുചിക്കുക. പക്ഷെ സ്വന്തം ദർശനത്തിൽ ജീവിച്ച മനുഷ്യടുത്തേക്ക് എന്തോന്നു? സ്വർഗീയ ദർശനം വന്നപ്പോൾ പത്രോസിന് മനസ്സിലായി, ഇനി എനിക്ക് ഒരു രക്ഷയില്ല, ദൈവത്തിന് മുഖവശമില്ല, കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നു. ഇത് യേശു മുന്നമേ ഇവിടെ സൂചിപ്പിക്കുക. യേശു അതിലേക്ക് തൊടാതെ തന്നെ ഒരു സാഹചര്യം ഉപയോഗിച്ച് ഈ മെസ്സേജ് കൈമാറി. എന്ത് പറയട്ടെ, വായിക്കകത്ത് കടക്കുന്ന എല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ? എന്തുകൊണ്ടാ ദൈവമക്കൾ ഒരു ചോദ്യം ചോദിക്കണം, എന്തുകൊണ്ടാ യേശു കർത്താവ് വായിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നു എന്ന് പറയാൻ കാര്യം? അതിന്റെ ഇമ്പോർട്ടൻസ് എന്നു ചോദിച്ചാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ഓർത്തിരുന്നോണോ, വായിൽ നിന്ന് പുറപ്പെടുന്നത് വായിൽ നല്ല പുറപ്പെടുന്നേ, അതിനു മുമ്പ് ഹൃദയത്തിൽ നിന്നാണ്. ഓർജിൻ ഹൃദയമാണ്. പിന്നെയോ കൺവെയർ മാത്രമാവാം, അത് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ നടന്നത് ഹൃദയം. അവിടെയാണ് ഇത് ഏറ്റവും വലിയ പാപമായി, അശുദ്ധിയായി, മലിനതയായി കാണാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് യേശു അതിനെ കണക്ട് ചെയ്തു കഴിഞ്ഞു. അതും മനുഷ്യനും. എന്താ കർത്താവ് വായിൽ നിന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഞങ്ങൾ അശുദ്ധരാകുമോ? കാരണം വായിൽ നല്ല പുറപ്പെട്ട നമ്മള് ഹൃദയത്തിൽ. എന്നിട്ട് കേട്ടോണേ, എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് വരും. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈ കൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നു. ഇനിയും നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ ഒന്നും കൂടെ വേണോ ദൈവം അനുവദിച്ചാൽ ആ ഭാഗങ്ങൾ പറയാം. എന്നാലും രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. പ്രിയരെ, വ്യക്തമായോ ഇതുകൊണ്ടാണ് ഹൃദയത്തിന്റെ പരിശീലന നടത്തുന്നത്. ഇതുകൊണ്ടാണ് സ്പിരിച്വൽ സർക്കംസിഷൻ രക്ഷിക്കപ്പെട്ടവർക്ക് ആവശ്യമായി ഇരിക്കുന്നത്. ഇതുകൊണ്ടാണ് ക്രിസ്തുവിനോട് മരിച്ചടക്കപ്പെട്ട് ഹൃദയം, അതായത് ആ പ്രൗഡ് ആൻഡ് പ്രൈഡ് ആൻഡ് പവർ, അതിനെ നീക്കി. റോമാലേഖനം 2-ാം അവസാന വാക്യത്തിലും അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതിനെ ഒത്തിരി ഇത്രയും പ്രാധാന്യം നമ്മളെ അശുദ്ധമാക്കാതിരിക്കാനാണ്. ഞാൻ ആ വാക്കുകൾ നിങ്ങൾ എടുക്കണ്ട, ഞാൻ ആ വാക്കൊന്ന് വായിച്ചു കേൾപ്പിച്ചേക്കാം. റോമർ 2:29. ഇറ്റ്സ് എ ചേഞ്ച് ഓഫ് ഹാർട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്പിരിറ്റ്. ഹൃദയത്തിന്റെ പരിശീലനയെ കുറിച്ച് പറയുക. എന്തെന്ന് വെച്ചാൽ ഹൃദയത്തിന് വരുന്ന രൂപാന്തരമാണ് ആത്മാവിനാൽ. എന്നിട്ട് പറയുകയാണ്, ആൻഡ് എ പേഴ്സൺ വിത്ത് എ ചേഞ്ച്ഡ് ഹാർട്ട് speaks praise from God, not from people. രൂപാന്തര ഹൃദയം വന്ന പരിച്ഛേദനയേറ്റ മനുഷ്യൻ ദൈവത്തിൽ നിന്നായിരിക്കും പ്രശംസ പ്രതീക്ഷിക്കുന്നത്, മനുഷ്യരിൽ നിന്നായിരിക്കത്തില്ല. ഈ ശാസ്ത്രിമാരുടെ പരീക്ഷന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? അവർക്ക് എപ്പോഴും മനുഷ്യന്റെ പ്രശംസ വേണം. അവർക്കതില്ല ജീവിക്കാൻ പറ്റത്തില്ല. അവർക്ക് മനുഷ്യൻ പ്രശംസിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഹൃദയത്തിന് പരിശോധനയേറ്റവന് മനുഷ്യന്റെ പ്രശംസയ്ക്കായി കൊടുക്കത്തില്ല. അവൻ ദൈവത്തിന്റെ കാരണം അവൻ എന്തിനാ പരിശോധനയുടെ തന്റെ പ്രൈഡ് ആൻഡ് പവറിനെ കട്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു. ഇത് റോമാലേഖനം 2:29 നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള അവിടെ വീണ്ടും പറയുന്നു. അങ്ങനെയെങ്കിലും രാത്രി നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിപ്പാൻ നമ്മുടെ തലകളെ വണക്കുമ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ഞാൻ ഏത് കാര്യത്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? എന്റെ വസ്ത്രത്തിൽ ഇരിക്കുന്ന അഴുക്കാണോ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം? എന്റെ ജീവിതചര്യകളും ചിട്ടകളും അതെ എല്ലാം ആവശ്യമാണ്. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം എന്റെ ഹൃദയത്തിന്റെ ചിന്തകൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ടോ? എന്റെ ഹൃദയത്തിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? എന്റെ ഹൃദയത്തിൽ എന്താണ് ഈ കർത്താവ് ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾക്ക് അതിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവയവമായി എന്റെ ഹൃദയം മാറുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട കർത്താവേ. എന്നിട്ട് അതിന്റെ അനന്തര ഫലമാണ് എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്
വാക്കെന്ന് യേശു വ്യക്തമായി പറഞ്ഞു. അതെ, അതുകൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും വെടിപ്പും വൃത്തിയുമുള്ള വസ്ത്രം ധരിച്ച് വാക്യങ്ങൾ എഴുതി കഴുത്തിൽ അണിഞ്ഞവർ, വസ്ത്രത്തിൽ അണിഞ്ഞവർ, എങ്ങോട്ട് നോക്കിയാലും ഭക്തിയുടെ വേഷത്തിന്റെ തിളക്കത്തോടെ നടന്നവരെ മുഖത്ത് നോക്കി കുരുടരെ വിളിച്ചിട്ട് വെള്ളമേറ്റ ശവക്കലവരെ വിളിക്കാൻ കാര്യം അവരുടെ ഭാഗ്യമായ ഡിസിപ്ലിനെ അല്ല യേശു എതിർത്തത്. പിന്നെയോ ആ ഭാഗ്യമായ അവരുടെ ആ വിശുദ്ധിയുടെ ഭാഗമായി ചെയ്ത് 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 ഒടുവിൽ അവർ അശുദ്ധരായി നിറഞ്ഞ അധർമ്മം നിറഞ്ഞവരായി മാറിയപ്പോൾ യേശുവിന് പ്രതികരിക്കേണ്ടതായി വന്നു. ഇന്ന് രാത്രി ഒരു അസെറ്റിക് ലീവിനായി സഭയിൽ ദുരുപദേശമായി കടന്നു വന്നിട്ട് അപ്പോസ്തലൻ തൂലിക ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, തലയെ മുറുകെ പിടിക്കാത്തവര് ചീർക്കും, തലയെ മുറുകെ പിടിക്കുന്നവർ വളരും. ദൂതന്മാരെ സ്വന്തം ദർശനക്കാരൻ ദൂതന്മാരെ ആരാധിക്കും. സ്വർഗീയ ദർശനമുള്ളവൻ ദൂതനെ തന്റെ സേവകാത്മാക്കളായി കാണും, ദൈവത്തെ അയച്ച ദൈവത്തിന്റെ ശുശ്രൂഷകരായി കാണും. തലയെ മുറുകെ പിടിക്കുന്നവൻ വിളിച്ചു പറയും, യേശുവിന്റെ സ്ഥാനം തുല്യനായി ആരുമില്ല, അവനേക്കാൾ ശ്രേഷ്ഠൻ മറ്റാരുമില്ല, അവനോട് തുല്യം ചൊല്ലാൻ മറ്റ് ആരുമില്ല. ആന്തരികമായ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ പറയും, ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ പരിച്ഛേദനക്കായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു, ഞങ്ങൾക്ക് പ്രൈഡും വേണ്ട, പവറും വേണ്ട, ഞങ്ങൾക്കൊരു ചേഞ്ച്ഡ് ഹാർട്ട് വേണം, രൂപാന്തരമുള്ള ഒരു ഹൃദയം വേണം. എന്തിനും ചോദിച്ചാൽ ഹൃദയം രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ വായിൽ നിന്ന് നല്ല വാക്കു വരുത്തുള്ളൂ. ഇനിയും രൂപാന്തരപ്പെടാൻ നല്ല വാക്ക് വന്നാൽ അതിന് പറയുന്ന പേരാണ് സർപ്പസന്തതി. കാരണം അകത്ത് വിഷം വെച്ചുകൊണ്ട് പുറത്ത് നല്ലത് പറഞ്ഞാൽ അതും പ്രശ്നം, അതും നടക്കത്തില്ല. അപ്പം വരും അണലിക്കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കും. നമുക്ക് അണലിക്കുഞ്ഞുങ്ങൾ എന്നുള്ള വിളി കേൾക്കണ്ട, ദൈവ കുഞ്ഞുങ്ങളെ, എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, എന്റെ പ്രിയ മക്കളെ എന്നുള്ള വിളി കേൾക്കണമെങ്കിൽ അത് ഹൃദയത്തിന്റെ ട്രാൻസ്ഫോർമേഷനിൽ മാത്രമേ വായിക്കകത്തൂന്ന് നല്ലത് വരൂ. വായിക്കകത്തൂന്ന് വായിൽ നിന്ന് പുറപ്പെടുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ അത് ഹൃദയത്തിലാണ് രൂപീകരിക്കപ്പെട്ടിട്ട് ഹൃദയത്തിലുണ്ടാകുന്ന കോപത്തിന്റെയും ക്രോധത്തിന്റെയും ദുശ്ചിന്തയുടെയും അനന്തര ഫലമാണ് വായിക്കകത്ത് വരുന്ന പകയുള്ള ദോഷകരമായ വാക്കുകളെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തി എന്തിനു വേണ്ടി ദാഹിക്കും? ഹൃദയത്തിന്റെ പരിച്ഛേദന കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട്, പ്രൈഡ് ആൻഡ് പവറിനെ സറണ്ടർ ചെയ്തുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ സ്വഭാവത്തിന് അനുരൂപപ്പെടുവാൻ, ചീർക്കാനല്ല വ്യക്തി പ്രാർത്ഥിക്കുന്നത്, വളരുവാൻ. എന്നെ ഒന്ന് മെല്ലെ വളർത്തണേ കർത്താവേ, എന്നെ ഒന്ന് പെയ്യെ വളർത്തിക്കൊണ്ടുവരണേ കർത്താവേ. അതിന് വേണ്ടുന്ന പോഷകങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഏക സ്രോതസ്സാണല്ലോ. എനിക്ക് ചൈതന്യം തരണേ, സന്ധികളെ ഞരമ്പുകളെ ചൈതന്യപ്പെടുത്തുന്ന ആ സ്രോതസ്സിൽ നിന്നുള്ള പോഷകങ്ങളെ എനിക്കൊന്ന് തരണേ. എനിക്ക് ആരുടെ മുമ്പിൽ ചീർക്കേണ്ട കർത്താവേ, എനിക്ക് ദൈവസഭയിൽ വളർന്നാൽ മതി എന്നുള്ള സമർപ്പണത്തോടെ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദുരുപദേശങ്ങളെ ചെറുക്കാം, എതിർക്കാം. നമുക്ക് കർത്താവിനെ മാത്രം സേവിക്കാം, സ്നേഹിക്കാം, ആരാധിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.